നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. തലസ്ഥാനത്ത് വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തും കോർപ്പറേഷൻ ശാസ്തമംഗലം വാർഡ് കൗൺസിലർ R ശ്രീലേഖയും തമ്മിലുള്ള തർക്കം മുറുകുകയാണ്. കനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിലൊന്നുമല്ല, നിസാര സംഭവങ്ങളിലാണ് തർക്കമെന്നതാണ് കൗതുകം. എൻ്റെ ബെഞ്ചിൽ ബാഗ് വെച്ചു, ഡെസ്കിൽ വാട്ടർ ബോട്ടിൽ വെച്ചു നിലവാരത്തിലുള്ളതാണ് തർക്കമെന്നതിനാൽ അതിൽ ചിരിക്കാനും വകയുണ്ട്. തർക്കം ബാലിശമാണെങ്കിലും ലക്ഷ്യം വലുതാണ്. അത് വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പാണ്. ഏറ്റവും ഒടുവിൽ ഓഫീസിന് മുന്നിൽ MLAയുടെ നെയിം ബോർഡിന് മുകളിൽ R ശ്രീലേഖ തൻ്റെ നെയിം ബോർഡ് സ്ഥാപിച്ച് അത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. ഓഫീസിനെ ചൊല്ലിയുള്ള ഫോൺ വിളിക്കും തർക്കത്തിനും വിവാദത്തിനും ചാനൽ ക്യാമറയ്ക്ക് മുന്നിൽ ഒരുമിച്ചുള്ള ചേച്ചി അനിയൻ അഭിനയത്തിനും ശേഷമാണിപ്പോൾ MLA ബോർഡിന് മുകളിൽ തൻ്റെ ബോർഡ് വെച്ച് FBയിൽ പോസ്റ്റ് ഇട്ടത്. കൗൺസിലർ ബോർഡ് വെക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്നാണ് ഒരു കൂട്ടർ. MLA ബോർഡിന് മുകളിൽ സ്വന്തം ബോർഡ് വെച്ചാൽ കൗൺസിലർ MLAക്ക് മുകളിലാവുമോ എന്ന് മറ്റൊരു കൂട്ടർ ചോദിക്കുന്നു. ഓഫീസിനെ ചൊല്ലിയുള്ള ശ്രീലേഖ പ്രശാന്ത് തർക്കത്തിൽ വട്ടിയൂർക്കാവ് JM ലക്ഷ്യമിടുന്ന കോൺഗ്രസ് പ്രശാന്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ശ്രീലേഖയ്ക്ക് കാര്യമായ പിന്തുണ നൽകാൻ BJP തയ്യാറായിട്ടില്ല. അത് തന്ത്രമാണോ, ഇനി ശ്രീലേഖയുടെ എടുത്തുചാട്ടത്തോടുള്ള നീരസമാണോ എന്നൊന്നും ഇപ്പോൾ പറയാനും കഴിയില്ല. ഓഫീസും നെയിം ബോർഡും ഒന്നുമല്ല, വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം തന്നെയാണ് ഉന്നമെന്ന് വ്യക്തമാണ്. വട്ടിയൂർക്കാവിൽ ശ്രീലേഖ BJP സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും സിറ്റിംഗ് MLA VK പ്രശാന്താവും മുഖ്യ എതിരാളി. വട്ടിയൂർക്കാവ് ലക്ഷ്യമിട്ടുള്ള ഇത്തരം ബാലിശമായ തർക്കവും അതിൻ്റെ രാഷ്ട്രീയവുമാണ് ഇന്ന് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കോഴിക്കോട് നിന്നും ശ്രീ കുഞ്ഞഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ MLA ബോർഡിന് മുകളിൽ കൊണ്ടുവന്ന് കൗൺസിലർ ഒരു ബോർഡ് വെക്കുന്നു, അവിടെ ഓഫീസുമായുള്ള തർക്കം കഴിഞ്ഞ ആഴ്ച, അങ്ങനെ ഈ ഇരുവരും തമ്മിലുള്ള തർക്കം അത് യഥാർത്ഥത്തിൽ ഒരു ബാലിശമായ തരത്തിലേക്ക് മാറുകയാണോ? നമസ്കാരം സാർ. നമസ്കാരം. വട്ടിയൂർക്കാവിലെ ജനങ്ങളുടെ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇടതുമുന്നണി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അവിടെ കാണേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ശ്രീലേഖ എന്ന മേഡം എന്തെല്ലോ ഒരു കളിയോട് കളിക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങൾക്കെല്ലാം അറിയാം, അടുത്ത ജനങ്ങൾക്ക് വട്ടിയൂർക്കാവിൽ ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഈ കൗൺസിലറുടെ ഒരു ബോർഡ് കൊണ്ടുവന്ന് MLAയുടെ ബോർഡിന് മുകളിൽ വെക്കുക, അതൊക്കെ ബാലിശമായ ഒരു കാര്യത്തിൽ ബോർഡ് വെക്കാനൊക്കെ സ്വാഭാവികമായ അവകാശമുണ്ട്. അത് കൗൺസിലറുടെയും MLAയുടെയും രണ്ടുപേരുടെയും ഓഫീസ് തന്നെയാണ്. പക്ഷേ ഇത്തരം ബാലിശമായ കളികൾ വട്ടിയൂർക്കാവ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണോ ഈ R ശ്രീലേഖയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? സാർ നമസ്കാരം. നമസ്കാരം. താങ്കളുടെ ചാനൽ ആ ബോർഡ് കണ്ടോ, കാണിച്ചോ? താങ്കൾക്ക് TV-യിലേക്ക് നോക്കിയാൽ ഇപ്പോൾ ആ ബോർഡ് കാണാം. പക്ഷെ എന്താ, നമ്മൾ മുമ്പ് പറയുന്നത് കേട്ടു, MLAയുടെ ഓഫീസിൽ കൂടെയാണ് ഈ കൗൺസിലറുടെ ഓഫീസിലേക്കുള്ള എൻട്രൻസ് എന്ന്. അത് ശരിയാണോ? അങ്ങനെ ആയിരുന്നു കഴിഞ്ഞ 7 വർഷവും അവിടെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 5 വർഷം അവിടെ BJP കൗൺസിലർ ആയിരുന്നു. ആ കൗൺസിലർക്ക് അങ്ങനെ പ്രത്യേകിച്ച് രണ്ടും ജനങ്ങളാണല്ലോ വരുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് വേറെ ആരും സ്വന്തക്കാരൊന്നും വരുന്നതല്ലല്ലോ. അല്ല, കൗൺസിലർക്ക് കൊമ്പൊന്നുമില്ല, അത് ഞാൻ അനുവദിച്ചു തരാം. പക്ഷേ ഈ എൻട്രൻസിൽ ഈ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത് എൻട്രൻസ് ആയതുകൊണ്ടായിരിക്കുമല്ലോ വെച്ചിട്ടുണ്ടാവോ. പക്ഷെ അത് മോളിലായപ്പോ ഇത് എത്ര വലിയ വിഷയമൊക്കെ എന്നാ. അല്ല, ഇതൊരു വലിയ വിഷയമേ അല്ല, ബാലിശമായ തർക്കങ്ങളാണ് ഇതെല്ലാം. രണ്ടുപേരും തമ്മിൽ ഉണ്ടാക്കിയത് രണ്ടുപേരും തമ്മിലല്ല തർക്കം ഉണ്ടാക്കിയത് ശ്രീലേഖയാണ്. അങ്ങനെ ഒരു തർക്കം ഉണ്ടാക്കിയത് ബാലിശമായ വിഷയങ്ങളാണ്. ഇപ്പോൾ ഈ ബോർഡ് വെച്ചതും ഒരു MLAയുടെ ബോർഡും കൗൺസിലറുടെ ബോർഡ് വിരിക്കുമ്പോൾ അത് MLA ബോർഡിന് താഴെ കൗൺസിലറുടെ ബോർഡ് വെക്കുക എന്നുള്ളൊരു സാമാന്യ മര്യാദയാണ്. ഇനി മോളിൽ വെച്ചു എന്ന് കരുതി പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനുമില്ല. അങ്ങനെ ബോർഡ് വെക്കുമ്പോൾ മോളിൽ വെക്കണം, താഴെ വെക്കണം, പ്രോട്ടോക്കോളൊന്നും അങ്ങനെ അതിനൊന്നും കാണില്ല. അല്ല സർ, ബോർഡ് മുകളിലായ പ്രോട്ടോകോൾ എവിടെയാ സർ ബാധിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ല അങ്ങനെ ബോർഡ് വെക്കുന്നതിന്, നെയിം ബോർഡ് വെക്കുന്നതിന് പ്രോട്ടോകോൾ ഒന്നും വെച്ചിട്ടില്ല. പക്ഷേ ഒരു ഫലകത്തിലാണ് പേര് വെക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിനൊക്കെ പ്രോട്ടോകോൾ പാലിക്കേണ്ടി വരും. അല്ലാതെ ഭിത്തിയിൽ ബോർഡ് വെക്കുന്നതിന് പ്രോട്ടോകോൾ വല്ലതും ഉണ്ടോ? അതിനൊരു ഔചിത്യബോധമുണ്ടല്ലോ. അല്ല സർ, ഇത് BJP കൗൺസിലർ ആയതുകൊണ്ട് ശ്രീലേഖ മേഡം BJP ആയിക്കൊണ്ടുള്ള ചർച്ചയല്ല ഇത്. അല്ലാതെ ഇതെന്ത് ചർച്ച ചെയ്യാനാണ് സർ? കാരണം അവരുടെ എൻട്രൻസ് MLA ഓഫീസിന്റെ ഉള്ളിൽ കൂടിയാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ബോർഡ്, കൗൺസിലർ ബോർഡ് വെച്ചത് അത് മോളിലോ താഴെയോ നോക്കുന്നത്, അതിൽ എന്തെന്നാ ചാനൽ താങ്കളുടെ ന്യൂസ് എന്നാ ഉദ്ദേശിക്കുന്നത്? പബ്ലിക്കിനോട് എന്താ ചോദിക്കുന്നത്? ഞങ്ങൾ എന്താ മറുപടി പറയേണ്ടത്? ഞാൻ വളരെ കൃത്യമായി ചോദിച്ചല്ലോ.
ബോർഡ് വെച്ചാൽ ഒരു കൗൺസിലറും എം എൽ എയുടെയും ബോർഡ് ഉണ്ടെങ്കിൽ ആ എം എൽ എയുടെ ബോർഡിന് മുകളിൽ കൊണ്ടുവന്നല്ലോ കൗൺസിലർ ബോർഡ് വെക്കേണ്ടത്. അതൊരു സാമാന്യ മര്യാദയും ഔചിത്യം എന്നൊക്കെ പറയുമല്ലോ മനുഷ്യന്. അതുണ്ടാവണമല്ലോ. അതുണ്ടാവാതെയാണല്ലോ ചെയ്തത്. ഇതെല്ലാം വട്ടിയൂർക്കാവിൽ BJP സ്ഥാനാർത്ഥിയാവുമെന്ന് പ്രതീക്ഷിച്ച് അതിനുവേണ്ടി ഈ പ്രശാന്തുമായി ഒരു തർക്കം നിലനിർത്താൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് സാമാന്യ രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യർക്കൊക്കെ മനസ്സിലാവും. അല്ല, അത് എങ്ങനെയും വിശ്വസിക്കാനും സാർ. കാരണം അത് BJP കൗൺസിലർ അല്ലേ തിരുവനന്തപുരം. BJP പാർട്ടിക്കാരും അങ്ങനെ കാര്യമായ പിന്തുണ കൊടുക്കുന്നില്ലല്ലോ. അതെന്താ? അല്ല, അതല്ലേ ഇവിടുത്തെ വിഷയം. അല്ലാതെ ഇത് വിഷയം ഒരു ബോർഡ് വെച്ചതില് പ്രോട്ടോകോൾ ലംഘിച്ചതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിന് നിയമ നടപടി വരട്ടെ. നമ്മളങ്ങനെ പറഞ്ഞോ? പ്രോട്ടോകോൾ ലംഘിച്ചത് ഞാൻ പറഞ്ഞോ? ഇല്ല, അതിനകത്തൊന്നും ഭിത്തിയിൽ ബോർഡ് വെക്കുന്നതിന് പ്രോട്ടോകോൾ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ ആരും. എന്തടിച്ചനാണ് ഈ കൗൺസിലർ BJP മേഡം ശ്രീലേഖ മേഡം BJP കൗൺസിലർ ആരാണോ പിന്നെ തെറ്റ്? ശരി, ഓക്കെ. താങ്കൾ ന്യായീകരിച്ച് അല്ലല്ല, ഇത് പബ്ലിക്കിനോട് ചോദിക്കുമ്പോൾ ഒരു അർത്ഥം പബ്ലിക്കിനോട് ചോദിക്കുന്നത് വളരെ കൃത്യമായി പബ്ലിക്കിന് മനസ്സിലാകുന്നുണ്ട്. ഈ ബാലിശമായ തർക്കങ്ങളുമായി നിൽക്കുന്നതും ബോർഡ് വെക്കുന്നതിൽ MLA ബോർഡിന്റെ മുകളിൽ കൊണ്ടുവന്ന് കൗൺസിലറുടെ ബോർഡ് വെക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ജനത്തിന് സാമാന്യ രീതിയിൽ ഇതൊക്കെ മനസ്സിലാവും. ഇതെന്ത് എന്തെന്നായി ചാനൽ ഉദ്ദേശിക്കുന്നത്? താങ്കൾക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവുന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ട്. എനിക്ക് അറിവില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല, അത് പറഞ്ഞല്ലോ, അത് മനസ്സിലാവുന്ന ആളുകളുണ്ട്. ബാലകൃഷ്ണൻ അറിവില്ലാത്തതല്ല, ബാലകൃഷ്ണൻ ഒരു കണ്ണുകൊണ്ട് മാത്രം കാണുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ്. മാത്രം അല്ലാതെ ഒന്നുമില്ല അതില്. ശരി, ഓക്കെ ബാലകൃഷ്ണൻ. അത്ര തന്നെയാ താങ്കളുടെ ചാനൽ. ഇതിനൊക്കെയാ ചൊറിച്ചിൽ എന്ന് പറയാ. ഇത് ഞങ്ങളാണോ ചൊറിയാൻ നിൽക്കുന്നത് അതോ ഈ ബോർഡ് വെച്ച ആളുകളാണോ ചൊറിയാൻ നിൽക്കുന്നത് എന്നുള്ളത് താങ്കൾ ആലോചിച്ചാൽ ശ്രീലേഖ മാഡം ഇനി വട്ടിയൂർക്കാവിലെ MLA കൂടിയാത്ത താങ്കളുടെ ചാനലും താങ്കളുടെ MLA ആവോ ഇല്ലയോ എന്നൊക്കെ ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. MLA ആവണോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കണം ജനങ്ങൾ തീരുമാനിക്കണം. ജനങ്ങൾ തീരുമാനിച്ചാൽ ആരായാലും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ MLA ആവും. അവർ MLA ആയാലും MLA ആയില്ലെങ്കിലും ഒന്നും ഞങ്ങളുടെ സംബന്ധിച്ച ഒരു വിഷയമല്ല. കോർപ്പറേഷൻ BJP പിടിക്കൂലെന്നല്ലേ താങ്കളുടെ ചാനൽ പറഞ്ഞിരുന്നത്? താങ്കളടക്കോ ഞങ്ങളുടെ ചാനൽ ആരും കോർപ്പറേഷൻ BJP പിടിക്കുമെന്നും പറഞ്ഞിട്ടില്ല, പിടിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. താങ്കൾ ഇന്നലെയും പറയുന്നത് കേട്ട് BJP കേരളത്തിൽ ഒരു മൂന്നാം ശക്തി ഒന്നും ആയിരിക്കും വന്നിട്ടില്ല. അങ്ങനെയല്ല ശ്രീ ബാലകൃഷ്ണൻ പറഞ്ഞത്. കേരളത്തിലെ 70 മണ്ഡലങ്ങളിൽ കൂടുതൽ ത്രികോണ മത്സരം എന്ന് പറഞ്ഞപ്പോൾ വളരെ കൃത്യമായി തന്നെ പറഞ്ഞതാണ്. താങ്കൾ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ. ശ്രീ ബാലകൃഷ്ണൻ കേൾക്കൂ. ശ്രീ ബാലകൃഷ്ണൻ താങ്കൾ കേൾക്കൂ. താങ്കളൊന്ന് കേൾക്ക്. വളരെ കൃത്യമായി തന്നെ ഇപ്പോഴും പറയുന്നു, ആവർത്തിച്ച് തന്നെ പറയുന്നു, 70 സീറ്റുകൾക്ക് മുകളിൽ കേരളത്തിൽ ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, 70 സീറ്റുകൾക്ക് മുകളിൽ ത്രികോണ മത്സരം നടക്കാനുള്ള സാഹചര്യം വരുന്ന 3 മാസത്തിനുള്ളിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടാവണമെങ്കിൽ മഹാത്ഭുതങ്ങൾ സംഭവിക്കണം. അങ്ങനെ 70% മുകളിൽ സീറ്റുകളിലൊന്നും ത്രികോണ മത്സരത്തിലുള്ള സാധ്യത കേരളത്തിലില്ല. കേരളത്തിൽ ത്രികോണ മത്സരത്തിന് സാധ്യതയുള്ള മണ്ഡലങ്ങളുണ്ട്. അത് 20 25 മണ്ഡലം അല്ലെങ്കിൽ പരമാവധി 10 30 മണ്ഡലത്തിൽ വരും. അത് 70 മുകളിലാന്ന് പറയുന്നത് തെറ്റാണെന്ന് തന്നെയാണ് പറയുന്നത്. അത് ഇപ്പോഴും പറയുന്നു. മഹാത്ഭുതം സംഭവിച്ചിരിക്കും. അതൊക്കെ ആർക്കും ആഗ്രഹിക്കാം. താങ്കളെ പോലത്തെ ആൾക്ക് ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷിയത്ത് പിന്താണെന്ന് അവർക്ക് അങ്ങനെ തോന്നും. അല്ല, അത് ആർക്ക് വേണമെങ്കിലും ആഗ്രഹിക്കാം. കഴിഞ്ഞ തവണ 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരിക്കുമെന്നൊക്കെ പറഞ്ഞല്ലേ. അല്ല, കഴിഞ്ഞ തവണ അവിടെ നിൽക്കട്ടെ. ശരി ബാലകൃഷ്ണൻ, ശരി, സംഭവിച്ചു. താങ്കൾ ആഗ്രഹിച്ചോളൂ. 70 അല്ല 100% സീറ്റുകളിൽ ത്രികോണ മത്സരമെന്നും ഒക്കെ താങ്കൾ ആഗ്രഹിച്ചോളൂ. അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ യാഥാർത്ഥ്യവുമായി അത് എന്തെങ്കിലും കാലത്ത് പൊരുത്തപ്പെട്ടാൽ അന്ന് നമുക്ക് സമ്മതിക്കാം. ഇപ്പൊ തൽക്കാലം അത് പൊരുത്തപ്പെടില്ല, അതുകൊണ്ട് അത് അംഗീകരിക്കാനും കഴിയില്ല. ശരി, ഓക്കെ, നടക്കട്ടെ. ശ്രീ ഷാജിയാണ് പാലക്കാട് നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു MLAയും കൗൺസിലറും ഒക്കെയാണ് ഈ തരത്തിലേക്കുള്ള, നേരത്തെ ഓഫീസിൻ്റെ തർക്കം തന്നെ ഒരു അനാവശ്യമായ തർക്കത്തിലേക്ക് അതിനെ കൊണ്ടുപോവുക. കഴിഞ്ഞ 7 വർഷമായി പ്രവർത്തിക്കുന്ന ഓഫീസിന് മുന്നിൽ അങ്ങനെ വെറുതെ ഒരു തർക്കം ഉണ്ടാക്കുക, അത് വലിയ മാധ്യമങ്ങളുടെയൊക്കെ ശ്രദ്ധയിലേക്ക് വീണ്ടും അവിടെ ഒരു ബോർഡ് വെച്ച്, ആ ബോർഡ് വെച്ചതും പോരാ, ബോർഡ് അത് നേരെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്ത് ഇതിലെ ബാലിശമായ ഒരുമാതിരി തർക്കത്തിലേക്കല്ലേ നീങ്ങുന്നത്? അല്ല, അതിലിപ്പോ അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം വട്ടിയൂർക്കാവ് MLAക്ക് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തന്നെ പിന്നെ ഓഫീസ് തുടങ്ങാൻ ഇതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഇരിക്കുന്ന സമയത്ത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ ഷാജി. അല്ല, അപ്പൊ അങ്ങനെയുള്ള സൗകര്യമുള്ള സമയത്ത് ഈ ഒരു കൗൺസിലർമാര് ഇരിക്കുന്ന റൂമിൽ തന്നെ അവിടെ തന്നെ ഇരിക്കണം. കൗൺസിലർമാരിരിക്കുന്ന റൂമിലല്ലല്ലോ വട്ടിയൂർക്കാവ് MLA കഴിഞ്ഞ 7 വർഷമായി പ്രശാന്ത് ഇരിക്കുന്നത് ആ നഗരസഭയുടെ കെട്ടിടത്തിലാണ്. ആ കെട്ടിടത്തിൽ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന കെട്ടിടമാണ്. ആ കെട്ടിടത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ വാടക ഒരു കൊല്ലത്തെ വാടക ഇപ്പോ ഒറ്റ ഫോൺ കോളിന്റെ മുകളിൽ അടച്ചതൊക്കെ നമുക്കറിയാം. അതിപ്പോ എങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് അതിനെന്താണ് വാടക എങ്ങനെ അടച്ചാൽ എന്താണ് പ്രശ്നം? അല്ല, അതങ്ങനെയല്ല. അപ്പൊ കൗൺസിലർമാർക്കൊന്നും റൂം വേണ്ടേ? കൗൺസിലർമാർക്ക് റൂം കൊടുത്തു തന്നെ, ആദ്യമായി കൗൺസിലർമാർക്കെല്ലാം റൂം കൊടുത്തു തന്നെ ഈ VK പ്രശാന്ത് മേയർ ആയിരിക്കുന്ന കാലത്താണ്. ആ റൂം അവിടെ കഴിഞ്ഞ 5 കൊല്ലം അവിടെ BJP കൗൺസിലറായിരുന്നു.
ആ കൗൺസിലർ 5 കൊല്ലം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അവിടെ ഒരു കുഴപ്പമുണ്ടല്ല. ആ ഫയലുകളൊക്കെ അതിൽ കൊണ്ടുപോയി ആ ഫയൽ വെച്ചത് MLA ഓഫീസിലാണോ ഫയൽ വെച്ചത്? കൗൺസിലർ റൂമിലിരിക്കുന്ന ഫയല് അദ്ദേഹം ഉപയോഗിക്കാത്ത ഒരു ബാത്റൂമിലോട്ട് മാറ്റി വെച്ച് കാണും. അത് വൃത്തിയാക്കി എടുത്തിട്ട്, അല്ലെങ്കിൽ അത് വൃത്തിയാക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് അവിടെ കയറണം. അതിന് ഇത്ര വലിയ വാർത്തയും വിവാദവും ഒന്നും ആക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഇതിപ്പോ എന്താ പറയാ, ഇതിപ്പോ ഇത്രയും വലിയ വാർത്തവും വിവാദവും ആക്കിയത് ഭരണസമിതി തന്നെയാണ്. കാരണം 10-45 വർഷമായിട്ട് ഇതിപ്പോ ഇങ്ങനെ വരുമെന്ന് അവര് അറിഞ്ഞിട്ടില്ല. അവര് ശരിക്കും അവ ഒരു ഓഫീസിൽ 2 പേരിരിക്കുന്ന ഓഫീസിൽ ബോർഡ് വെക്കുമ്പോൾ അത് പോയി MLA ബോർഡിന് മുകളിൽ കൊണ്ടുവന്ന് കൗൺസിലറുടെ ബോർഡൊക്കെ വെക്കാന്ന് പറഞ്ഞാൽ ഒരു ഔചിത്യം വേണ്ടേ? അത് ഔചിത്യത്തിന്റെ പ്രശ്നമില്ല. അതിന്റെ താഴെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ താഴെ നിങ്ങളെ കണ്ടിട്ടില്ലേ? അതിന്റെ മുകളിലുള്ള സ്ഥലം അവിടെ വെച്ചു. അതിനെന്താ പ്രശ്നം? അല്ല, താഴെ വെച്ചാൽ എന്തായാലും കുഴപ്പം? MLA എന്താ കൗൺസിലർ ഒരു റൂമിൽ ഇരുന്നോട്ടെ, അതിനിപ്പോ ആർക്കും പ്രശ്നമില്ലല്ലോ. MLA കൗൺസിൽ ഒരു റൂമിലല്ല, 2 റൂമിലാണ് ഇരിക്കുന്നത്. അതെ, 2 റൂമിൽ തന്നെ. അതിന്റെ ഇപ്പം ഈ VK പ്രസിഡന്റ് ബോർഡ് കണ്ട് താഴെ ഈ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആൾക്കാരെ തല തടയും. അത് വലിയ ഇതായി മാറും. മുകളിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ, മുകളിൽ വെച്ചപ്പോ എന്താ കുഴപ്പം? ഇല്ല, ഒരു കുഴപ്പമില്ല. എവിടെ ഇവിടുത്തെ പ്രശ്നം അതൊന്നുമല്ല. ഇവിടുത്തെ പ്രശ്നം 10-45 വർഷമായിട്ട് LDF ഭരിച്ചത് അഴിമതി മൊത്തത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഏത് അഴിമതിയാണ് ഇതുവരെ പുറത്തു വന്നത്? അത് വരില്ലല്ലോ, ഇനിയല്ലേ വരിക. അത് ഇനി വരുന്നെങ്കിൽ വരട്ടെ. LDF ഭരിച്ച കാലത്ത് അഴിമതി ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം. അതിനല്ലേ പുതിയൊരു സർക്കാർ, പുതിയൊരു ഭരണസമിതി വരുമ്പോൾ മുൻ ഭരണസമിതികൾ അഴിമതി ഉണ്ടെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. വരും. അതിന്റെ ഒരു വെപ്രാളാണ് SC/ST ഫണ്ട് മുതൽ ഇല്ലാത്ത കോവിഡ് കാലത്ത് ഇല്ലാത്ത പൊങ്കാല നടന്നു എന്നും പറഞ്ഞിട്ട് അതിനകത്തൊക്കെ പല അതെല്ലാം പുറത്തു കൊണ്ടുവരാൻ ശ്രീ ഷാജി, അങ്ങനെ തന്നെയാണ് വേണ്ടത്. അത് പുറത്തു കൊണ്ടുവരേണ്ടതിനോട് ഞങ്ങളെല്ലാം യോജിക്കാണ്. അങ്ങനെ അഴിമതി ഉണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരണം. മുതൽ അങ്ങനെ എല്ലാം ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതെങ്ങനെയാണ്? ഞങ്ങൾക്കാർക്കും അറിയില്ല. ശ്രീ ഷാജിക്ക് അറിയാമായിരിക്കും. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അങ്ങനെ എന്തെങ്കിലും വലിയ അഴിമതിയുടെ റിപ്പോർട്ടുകൾ വല്ലതും വന്നിട്ടുണ്ടോ? ഓരോന്നായിട്ട് പുറത്തേക്ക് വരും. അല്ല ശ്രീ ഷാജി, അത് എങ്ങനെയാണ് താങ്കൾ അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഈ വൻപിച്ച അഴിമതിയുടെ ഏത് റിപ്പോർട്ടാണ് അടുത്ത കാലത്ത് എങ്ങനെയും വന്നിട്ടുള്ളത്? ഇത്രയും വന്നിട്ടില്ലല്ലോ. ഇത്രയും വേറെ 6 കോർപ്പറേഷനിലായാലും അഴിമതി ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ഒരു ഏറ്റവും മോശപ്പെട്ട കോർപ്പറേഷനാണ് തിരുവനന്തപുരം എന്ന് പറയാൻ താങ്കളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? അല്ല, നമ്മളിപ്പോ ഈ വാർത്തയിൽ ചുമ്മാ ഒരു ഓളത്തിനങ്ങ് പറയുന്നു, അത്രയല്ലേ ഉള്ളൂ. വേറെ ഒരു കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് വാർത്ത വരില്ല. നിങ്ങളടക്കമുള്ള ചാനലുകളിൽ തന്നെയാണ് നമ്മൾക്ക് അറിയണേ. ഞാൻ അവിടെ അഴിമതി ഇല്ല എന്നല്ല പറഞ്ഞ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ പറയണമെങ്കിൽ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ആധികാരികമായ തെളിവ് വേണം. അങ്ങനെയുള്ള തെളിവൊന്നും എന്റെ മുന്നിലില്ല. ഷാജിയുടെ മുന്നിലുണ്ടെങ്കിൽ ഷാജിക്ക് പറയാം. വേറെ 5 കോർപ്പറേഷനിൽ ഇത്ര വാർത്തകൾ വരുന്നില്ല. വാർത്താ ചാനലിൽ കൂടെ തന്നെയാണ് അറിയുന്നത് ഓരോരോ കാര്യങ്ങളും. ഷാജിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ ആ വിഷയത്തിൽ അഴിമതിയുടെ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാനൊന്നും ഇല്ല എന്ന് മനസ്സിലായി. ഇതൊക്കെ അതിന്റെ ഒരു വെപ്രാളായിട്ടാണ് തോന്നുന്നത്. അല്ലാതെ ഇപ്പൊ ഒരു MLA നിലവിലുള്ള ഒരു MLA ഇപ്പൊ ജയിക്കുന്ന ഒരു കൗൺസിലറായിട്ടൊന്നും ഇത്ര ഒരു ഇതുണ്ടാക്കേണ്ട വിഷയം ഉണ്ടാക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. MLA ആണോ പ്രശ്നം ഉണ്ടാക്കിയത്? കൗൺസിലർ അല്ലേ? കൗൺസിലറല്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ആദ്യം ബൈറ്റ് കൊടുത്ത MLA അല്ലേ? ആദ്യം പ്രതികരണമായിട്ട് വന്നത് ഒരു MLA വിളിച്ചൊരു കൗൺസിലർ മുറി ഒഴിയണം എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾ പറയില്ലേ? അതിനുശേഷമാണ് കൗൺസിലർ വന്നത്. അല്ല, അതാ ഏത് MLA പറയില്ലേ? ഒരു MLA വിളിച്ച് കൗൺസിലർ നിങ്ങൾ മുറി ഒഴിയണം എന്നൊക്കെ പറഞ്ഞാൽ, ഫോണിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് MLA പറയും? അത് പറയേണ്ട അദ്ദേഹത്തിന് ഉത്തരവാദിത്തമല്ലേ? മുറി നാളെ ഒഴിയണം എന്നല്ല പറഞ്ഞത്. മുറിക്ക് എനിക്ക് ഇരിക്കാനുള്ള മുറിക്കുള്ള അസൗകര്യം ഉണ്ടോ സംസാരിക്കാമല്ലേ ചോദിച്ചുള്ളൂ. ശരി, ഓക്കെ ശ്രീ ഷാജി. എന്തായാലും ശ്രീ പ്രേമരാജനാണ്, കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രേമരാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത്തരം ബാലിശമായ തർക്കത്തിലേക്കൊക്കെ ഒരു വട്ടിയൂർക്കാവ് ചിലപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാവും ലക്ഷ്യം, ചിലപ്പോഴല്ല അത് തന്നെയാണ് ലക്ഷ്യം എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ്. അതിനുവേണ്ടി ഇത്തരം ബാലിശമായ തർക്കങ്ങളിലേക്ക് പോകുന്നതിൽ കാര്യമുണ്ടോ? പിന്നെ പറഞ്ഞത് തെറ്റാണെന്ന് വിചാരിക്കറേ. കേട്ടില്ല. ഇത് നമ്മുടെ നാട്ടിൽ പറഞ്ഞല്ലുണ്ട്, ഇഷ്ടമില്ലാതെ അച്ചി തൊട്ടതെല്ലാം കുറ്റം. ഹലോ, കേട്ടില്ല, പറഞ്ഞോളൂ. ഇഷ്ടമില്ലാതെ അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്നൊരു നാട്ടിലുണ്ട്. അതുപോലെ ഇത്ര നാളും BJP കൗൺസിലറിൽ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്റെ സംശയമേ, ഈ സംശയിക്കേണ്ടതില്ല. ശാസ്ത്രമംഗലത്ത് കഴിഞ്ഞ തവണയും വിജയിച്ചത് BJP കൗൺസിലറാണ്. ആ BJP കൗൺസിലറുടെ ഓഫീസായിരുന്നു അത്. കൗൺസിലർക്കും MLAക്കും അടുത്തടുത്ത് ഒരു എൻട്രിയിൽ ഇത് കൊടുത്തത് ചോദിച്ചതാണ്. കേട്ടില്ല. കൗൺസിലർക്കും MLAക്കും ഒരു റൂമിന്റെ ഒരു പ്രേമരാജൻ, ഇത് നഗരസഭയുടെ ഒരു ഓഫീസാണ്. നഗരസഭയുടെ ഓഫീസിന്റെ ഭാഗമായിട്ട് ഇത് കിരണോട് സാറിനോട് ചോദിക്കുന്നത് നമുക്കിതിനെ പറ്റിയൊന്നും അറിയില്ല. ഇത് ഇപ്പൊ കണ്ടുകൊണ്ട് വിളിച്ചു. ഞാൻ 8 മാസമായി നോക്കുന്നത്. മനുള്ള സമയത്ത് ദിവസം വിളിക്കലുണ്ട്, കിട്ടില്ല. പിന്നെ ഹലോ, പറഞ്ഞോളൂ താങ്കൾ.
അതെ നമുക്ക് ഇതിനെപ്പറ്റി ശരിക്കും അറിയില്ല. അല്ല, ഇത് എന്നാലും അറിയാൻ വേണ്ടി വലിയ കാര്യമൊന്നുമില്ല. കൗൺസിലറുടെ ഓഫീസും MLA ഓഫീസും ഒരേ കെട്ടിടത്തിൽ തന്നെ രണ്ടുപേരുടെ റൂമിലേക്ക് കയറുന്ന ഒരേ എൻട്രൻസ് ആണ്. ആ എൻട്രൻസിൽ കഴിഞ്ഞ 7 വർഷമായി പ്രവർത്തിക്കുകയാണ്. അത് കിരണ അന്നും ഭരണവർഷല്ലേ അവര് അല്ല, കഴിഞ്ഞ തവണ കേൾക്കോ ശ്രീ പ്രേമരാജൻ, പാർട്ടിയാണല്ലോ അന്ന് ഭരിക്കുന്നത്. അല്ല ശ്രീ പ്രേമരാജൻ, കഴിഞ്ഞ തവണ LDF ഭരിക്കുമ്പോൾ ആ വാർഡിൽ BJP കൗൺസിലറാണ്. BJP കൗൺസിലറാണ്. ആ BJP കൗൺസിലറും CPM-കാരനായ മത്സരിച്ച് ജയിച്ച ഈ പറയുന്ന VK പ്രശാന്ത് MLA-യും ആ ശാസ്ത്രമംഗലത്ത് ജയിച്ച BJP-കാരനായ കൗൺസിലറും ഒരേ ഓഫീസിൽ അപ്പുറമുള്ള മുറികളിൽ തന്നെയാണ് ഇരുന്നത്. ഒരു കാര്യം മനസ്സിലാക്കി, ഭരിക്കുന്ന പാർട്ടിക്കുള്ള വില പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് ഉണ്ടാവില്ല. ഉണ്ടാവുക അല്ല, അത് ഇതുമായിട്ട് എന്താ ബന്ധം? എനിക്ക് ബന്ധം അപ്പൊ മനസ്സിലായില്ല. അതുകൊണ്ടാണല്ലോ ഒരു കൗൺസിലർക്കും ഒരു MLA-ക്കും ഒരു റൂം കൊടുക്കുന്നത്, ഒരു എൻട്രി കൊടുക്കുന്നത്. ശരി, ഓക്കെ പ്രേമേന്ദ്രൻ. അത് വേറെ ഒന്നല്ല, നമ്മളിതിനെ പറ്റി ശരി, പഠിച്ചിട്ടില്ല. ഓക്കെ. ശ്രീ ബഷീറാണ് മലപ്പുറത്ത് നിന്ന്. ശ്രീ ബഷീർ, ഈ വട്ടിയൂർക്കാവിൽ സ്വാഭാവികമായും VK പ്രശാന്ത് വീണ്ടും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട്. അവിടെ BJP സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് R ശ്രീലേഖയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോഴുണ്ടാകുന്ന ഈ ബാലിശമായ തർക്കങ്ങളും വിവാദങ്ങളും ഒക്കെ, ഈവൻ ബോർഡ് വെക്കുന്ന വിഷയത്തിൽ പോലും ബോർഡ് എടുക്കുക, അത് സമൂഹ മാധ്യമങ്ങളിലൂടെ MLA-ക്ക് മുകളിൽ ഒരു കൗൺസിലറുടെ ബോർഡ് വെച്ച് പ്രദർശിപ്പിക്കുക, ഇതൊക്കെ ഈ വട്ടിയൂർക്കാവ് ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണോ? തീർച്ചയായിട്ടും വട്ടിയൂർക്കാവിലെ ലക്ഷ്യം എന്ന് വെച്ചാൽ VK പ്രശാന്തിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതിൽ ഇതിപ്പോ പൊതുജനം വോട്ട് ചെയ്ത് ജയിക്കുന്ന പൊതുജനം ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ആള് ശരിക്കും ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ അവർ ജനങ്ങളുടെ കീഴെ നിന്ന് പ്രവർത്തിക്കേണ്ട ആളുകളാണ്. ആ ഒന്ന് വെക്കാം, ശാസ്ത്രമംഗലത്ത് കഴിഞ്ഞ പ്രാവശ്യം BJP മെമ്പർക്ക് ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് ശ്രീലേഖയ്ക്കുള്ളത്? ഇവരെല്ലാം പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി. ഒരു ശാസ്ത്രമംഗലം ഒരു വാർഡിനെ പ്രതികരിച്ചാണെന്നുണ്ടെങ്കിൽ VK പ്രശാന്ത് എത്ര വാർഡ്, എത്ര പഞ്ചായത്ത്, 3 പഞ്ചായത്താണ് എന്റെ അറിവ് തോന്നുന്നത് ഒരു MLA-ക്ക്. അങ്ങനത്തെ അത്രയും ആളുകൾ പ്രതികരിക്കുമ്പോൾ അവർക്ക് സൗകര്യങ്ങൾ വേണം. നമ്മളൊരിടത്ത് ഒരു 1000 ആളുണ്ടെങ്കിൽ 500 ആളുകളും കുറച്ചൊരു എഡ്യൂക്കേറ്റഡ്, കുറച്ചൊരു സാമ്പത്തികമായിട്ടുള്ള ആളുകളായിരിക്കും. ബാക്കി 500 ആളുകളാണ് എന്തെങ്കിലും ആവശ്യങ്ങൾ ആ ഓഫീസിലേക്ക് വരാനുള്ളത്. ഒരു മാസത്തിൽ ഒരു ദിവസത്തിൽ 5, 6, 8 ആളുകളെ വരാനുള്ളത്. ഒരു MLA-ന്റെ ഓഫീസിലേക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആളുകൾ വരാനുണ്ടാവും. അപ്പൊ അവർക്ക് അറിയാഞ്ഞിട്ടല്ലോ ഇതൊന്നൊരു ഇപ്പൊ ഇതിന് മുന്നേ ബസ്സിന്റെ പ്രശ്നം പറഞ്ഞു നമ്മളെ മേയർ, അത് ഇതുപോലെ ഒതുങ്ങി തീർന്നു. ഇതിപ്പോ ഒരു ചർച്ച ആന്റണി പറയുന്ന ജീവിച്ചിരിക്കുന്നതും തെളിയിക്കാനുള്ളതും ഞാനാണ് ഇതിലെ പ്രമാണിത്വം തെളിയിക്കാനുള്ളതും മേയർ സ്ഥാനത്തേക്ക് എന്നെ പരിഗണിച്ചില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ശരിക്കും ഞാൻ മേയർ സ്ഥാനത്തിന് അർഹത ഉണ്ട്, എന്റെ യോഗ്യത എത്ര ഉണ്ട്, ഞാൻ എല്ലാറ്റിനും ഇടപെടുന്നുണ്ട് എന്ന് അറിയിക്കാൻ, ജനങ്ങളെ അറിയിക്കാനും അതിലുപരി BJP-ന്റെ ജില്ലാ നേതൃത്വത്തെ അറിയിക്കാനുള്ള ഒരു തന്ത്രം, അതിനപ്പുറത്തേക്കൊന്നും ഞാൻ കാണുന്നില്ല. ശരി, താങ്കളുടെ പ്രവക്താണ്. ശ്രീ ബാബു ആണ് ആറ്റിങ്ങിൽ നിന്ന്. ശ്രീ ബാബു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തർക്കമൊക്കെ കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പോഴേ യഥാർത്ഥം പറഞ്ഞ ശ്രീലേഖ ഈ കൗൺസിലായിട്ട് നിൽക്കാനുള്ള അവസരം പോയി കൊടുക്കേണ്ട അവസരം ഇല്ലായിരുന്നു. എങ്ങനെ മനസ്സിലായില്ല? ഈ ശ്രീലേഖ യഥാർത്ഥം പറഞ്ഞ ഒരു കൗൺസിലായിട്ട് നിർത്തേണ്ട കഴിവുപോലും ഇല്ലായിരുന്നു. അവര് IPS പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. അല്ല, അത് കൗൺസിലറായി നിർത്തണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആ പാർട്ടിയല്ലേ. ആ പാർട്ടി നിർത്തുകയും വലിയ ഭൂരിപക്ഷത്തിൽ അവരെ അവിടുത്തെ ജനങ്ങൾ വിജയിപ്പിക്കുകയും ചെയ്തപ്പോൾ അതിനെ നിർത്തേണ്ടത് ശരിയല്ല എന്നൊക്കെ താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയും? BJP തന്നെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പ്രശാന്തിലൂടെ ഇവര് വീണ്ടും മത്സരിക്കണം, അതാണ് ചെയ്യേണ്ടത്. ശരി, ഓക്കെ. ശ്രീ ബാബു, ഓരോ ആളിനെ മത്സരിപ്പിക്കണോ എന്ന് തീരുമാനിക്കണം നമ്മളല്ല. ആ പാർട്ടി മത്സരിപ്പിച്ചു, അവിടുത്തെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ R ശ്രീലേഖയെ വിജയിപ്പിച്ചു. അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ ഏത് വിമർശനമായാലും ഉന്നയിക്കാൻ. അത് ജനങ്ങളുടെ വിജയം അംഗീകരിക്കാതെ ഒരാളെ മത്സരിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നൊന്നും പറയാനുള്ള കാര്യമില്ല. പരാജയപ്പെട്ട ഒരാളാണെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആളെ മത്സരിപ്പിക്കാമെന്നൊക്കെ പറയാം. അല്ലാതെ വിജയിച്ച ഒരാളെ കുറിച്ച് എങ്ങനെയാണ് അങ്ങനെ രാഷ്ട്രീയം പറയുന്നത്? ശരിയല്ല. ശ്രീ TPC കുട്ടിയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ TPC കുട്ടി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? തൃശ്ശൂർ. നമസ്കാരം സാർ. നമസ്കാരം, പറഞ്ഞു. സാറേ, ഇതൊക്കെ ശുദ്ധ അല്പത്തരം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അവര് നല്ലൊരു പൊസിഷനിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചീപ്പായി അത് ചെയ്യാൻ പാടില്ല. കാരണം ഇത് മുമ്പൊരിക്കൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതേമാതിരി ഒരു വലിയൊരു പൊസിഷനിലേക്കുള്ള ഒരാൾ റിട്ടയർ ചെയ്യുമ്പോൾ അയാൾക്ക് അന്നുകൂടി ഓഫീസിൽ ഉണ്ടായിരുന്നു. അത് കഴിയുന്നതിന്റെ മുമ്പ് അവിടെ ഒരു ബോർഡ് കൊണ്ട് വേറെ വരുന്ന ആള്, ട്രാൻസ്ഫറായി വരുന്ന ആള്, അതുപോലെയുള്ള ഒരു തരം വിഡിത്താണ് ഈ ചെയ്തേക്കണേ. അവർക്ക് എന്തായാലും അവിടെ പൊസിഷൻ ഉണ്ടല്ലോ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ വർഗീസാണ് പെരുമ്പാവൂരിൽ നിന്നും.
ശ്രീ വർഗീസ്, ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തർക്കം ഇപ്പോൾ MLA ബോർഡിന് മുകളിൽ തൻ്റെ ഒരു നെയിം ബോർഡ് കൊണ്ടുവച്ച് കൗൺസിലർ അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്ത് ഇത്തരം ബാലിശമായ കുട്ടികളുടെ നിലവാരത്തിൽ നിൽക്കുന്ന തർക്കങ്ങൾ നിലനിർത്തുന്നത് ഈ വട്ടിയൂർക്കാവിലെ വിജയം ലക്ഷ്യമിട്ടായിരിക്കുമോ? എനിക്ക് പറയാനുള്ളത് ഈ കാര്യത്തില് ഈ നമുക്ക് BJP കൗൺസിലർ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ മൊത്തം കളിയാക്കുന്ന പോലെയാണ്. ഈ ഒരു കൗൺസിലർ ഇതിക്ക് മുമ്പ് BJP ഒരു പ്രശ്നമില്ല. അപ്പൊ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, താൻ പണ്ട് പോലീസിൽ നേതാവ് അലയോലിയിലിരുന്ന സമയത്തുള്ള ആ ഒരു അധികാര ഭാവം ഇപ്പോഴും മനസ്സിൽ കയറിക്കൂടിയിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട്. പുള്ളിക്കാരത്തി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതേ കോർപ്പറേഷൻ മേയർ ആക്കാത്തതിന്റെ കലിപ്പാണോ ഇതും അറിയാൻ പാടില്ല. എന്തായാലും പ്രശാന്തിന് അവിടെ ഒരു മത്സര സ്ഥാനാർത്ഥിയായിട്ട് മുമ്പിൽ തന്നെയായിരിക്കും ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്തായാലും വളരെ മോശമാണ്. അവർ യോജിച്ചു പോകേണ്ടവരാണ്. കോർപ്പറേഷനിലെ 2 ജനപ്രതിനിധികളാണ്. അവർ യോജിച്ചു പോകണം. ഈ സ്വഭാവം ആ കൗൺസിലർ BJP കൗൺസിലർ മാറ്റണം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. മാറ്റില്ല എന്നുള്ളതും ഒരു സത്യമാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലെ കൂടി പോകേണ്ടതുണ്ട്. ശ്രീ സനീഷാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ സനീഷ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പോഴത്തെ ഈ തർക്കത്തിന് പിന്നിലുള്ള ഇവരുടെ അജണ്ട ഈ വട്ടിയൂർക്കാവ് തന്നെയാണോ? നമസ്കാരം. നമസ്കാരം. അപ്പോ നമുക്ക് ഇപ്പൊ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് 2 പേരും ജനപ്രതിനിധികളാണ്. ജനങ്ങളായിട്ട് വോട്ട് ചെയ്തിട്ട് ജയിപ്പിച്ചു വന്നിട്ടുള്ള 2 പേരാണ്. അതെ. ഇതിലിപ്പോ നമുക്ക് മനസ്സിലാവണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ എന്ന നിലയില് അതൊരു നമ്മുടെ കൗൺസിലർ ഒരു ലേഡി ആയതുകൊണ്ട് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഇപ്പൊ മീഡിയാസ് തന്നെയാണ് അവിടുത്തെ ബാത്റൂമില് നമ്മുടെ ഫയലുകളും കാര്യങ്ങളും വെച്ചതൊക്കെ നമുക്ക് പൊതു മധ്യത്തിൽ എത്തിച്ചു തരിക്കേണ്ടത്. അപ്പോ അങ്ങനെ വരുമ്പോ അവർക്കൊരു ബുദ്ധിമുട്ട് എന്ന രീതിയിൽ വളരെ പേഴ്സണലായിട്ട് സംസാരിച്ചതാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ ഒഫീഷ്യലായിട്ട് വന്നിട്ട് ആളും ബഹളം എല്ലാം കൂട്ടി വന്ന് ചെയ്തതല്ല. അങ്ങനെ സംസാരിക്കേണ്ടതല്ലോ ശ്രീ സനീഷ്. ഒരു ഓഫീസർ MLAക്ക് നഗരസഭ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒഴിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം കൗൺസിലർ പറയേണ്ടത് മേയറോടാണ് പറയേണ്ടത്. മേയറോട് പറയുമ്പോൾ മേയർ അത് കൗൺസിൽ യോഗത്തിൽ വെച്ച് അതിനകത്തൊരു തീരുമാനമെടുത്തിട്ട് ഒഴിയണമെന്നുള്ള നോട്ടീസ് കൊടുക്കുക. നോട്ടീസ് കൊടുത്ത ശേഷം ഒഴിക്കുക. അങ്ങനെയല്ലേ? അല്ലാതെ ഒരു MLA വിളിച്ചിട്ട് കൗൺസിലർ പറയുമോ താങ്കൾ തന്ന ഓഫീസ് ഒഴിയണം എന്നുള്ളതൊക്കെ? അത് ഒരു ശരിയായ രീതിയല്ലല്ലോ. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിൽ ഏത് ബന്ധത്തിന് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിലുണ്ടായ അവരുടെ രണ്ടുപേരുടെയും കുടുംബസ്വത്തിന്റെ ഭാഗമായിട്ടുള്ളതോ അല്ലെങ്കിൽ ബന്ധുക്കളുടേതായിട്ടുള്ളതോ ഒന്നും അല്ലല്ലോ. ഇത് രണ്ടും MLA ഓഫീസും 2 പാർട്ടിയിൽ നിന്ന് ജയിച്ച ഒരാളുടെ MLAയുടെ ഓഫീസും ഒരു കൗൺസിലർ ഓഫീസും അല്ലേ? അവിടെ എന്താണ് ഒരു വ്യക്തിബന്ധത്തിന് എന്താണ് പ്രാധാന്യം? അല്ല, നമ്മൾ പരസ്പരം അറിയുന്നവരാണെങ്കിലും അത് പരസ്പരം അറിയുന്ന ആളുകളാണെങ്കിൽ അതാ ഞാൻ നേരത്തെ കഴിഞ്ഞ തവണയും ഒരിക്കൽ ചോദിച്ചു ഇതുപോലെ ഒരാളോട്. DGPയെ അറിയുന്ന എത്രയോ SHOമാരുണ്ട് നേരിട്ട്. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ DGPയെ വിളിച്ചിട്ട് SHO വിവരം പറയുമോ? അങ്ങനെയല്ലല്ലോ. അതിനൊരു പ്രോട്ടോക്കോൾ ഇല്ലേ? ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്രോട്ടോക്കോൾ. അതൊന്നും അറിഞ്ഞുകൂടാത്ത ആളല്ലല്ലോ മുൻ DGP കൂടിയായ ഈ പറയുന്ന R. ശ്രീലേഖ. അതെ, ശരിയാണ്. അപ്പോൾ അത് ഇങ്ങനെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ച ആക്കിയത് ആരാണ്? ഇങ്ങനെ മാധ്യമങ്ങളെ വിളിച്ച് ഇത്തരം പ്രശ്നം ഉണ്ടാക്കിയത് അപ്പൊ MLA അല്ലേ? സ്വാഭാവികമായും പറയില്ലേ, ഒരു കൗൺസിലർ വിളിച്ച് MLAയോട് താങ്കൾ ഈ ഓഫീസ് ഒഴിയണം എന്ന് ആവശ്യപ്പെട്ടാൽ അത് ആ വിവരം ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും MLAക്കില്ലേ? MLA ചെയ്യില്ലേ? ജനങ്ങളെ അറിയിക്കാനായിട്ട് വളരെ നിഷ്കളങ്കമായി ചെയ്തതാണെന്ന് നമുക്ക് സ്വാഭാവികമായും അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യം കാണും. വട്ടിയൂർക്കാവിൽ വീണ്ടും മത്സരിക്കാൻ നിൽക്കുകയാണ് VK പ്രശാന്ത്. വട്ടിയൂർക്കാവിൽ BJPയുടെ സ്ഥാനാർത്ഥിയാവാണെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ആളാണ് R. ശ്രീലേഖ. അത് സ്വാഭാവികമായും കാണും. അതില്ല എന്ന് നമ്മളങ്ങനെ പറയും. അതൊക്കെ നമുക്ക് വേറെ കാര്യങ്ങളല്ലേ. നമുക്കിപ്പോ ഒരു കൗൺസിലർക്ക് അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം അല്ല, അത് കൗൺസിലർക്ക് വർക്ക് ചെയ്യാൻ സൗകര്യമില്ലെങ്കിൽ ഞാനതാണ് ചോദിച്ചത്. ഒരു ഓഫീസിൽ ഒരാൾക്ക് വർക്ക് ചെയ്യാൻ സൗകര്യമില്ലെങ്കിൽ അയാൾ പറയേണ്ടത് ആരോട്? ആ ഓഫീസറോട് പറയണം. കൗൺസിലർ പറയേണ്ടത് VV രാജേഷിനെ വിളിച്ചിട്ട് പറയണം, എൻ്റെ ഓഫീസിന് ഇങ്ങനെ തടസ്സമുണ്ട്, അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ്. അവിടെ VV രാജേഷ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അത് കൗൺസിൽ ആലോചിച്ച് കൗൺസിലാണല്ലോ തീരുമാനം എടുക്കേണ്ടത്. അല്ലാതെ അവിടെ സാധാരണ ഒരു കൗൺസിലർ മാത്രമാണ്. ആ കൗൺസിലർ വിളിച്ചിട്ട് MLAയോട് പറയുകയാണോ ചെയ്യുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നുള്ളത് പറയുക? പക്ഷെ അതിൽ വരുന്ന വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രീലേഖ മേഡം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയപരമായിട്ട് വലിയ ധാരണകളൊന്നും ഇല്ലാത്ത ഒരു ആളാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇതുപോലെ IPS ആയിരുന്ന ആളാണ്. അപ്പൊ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ചില കുറവുകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അതിനിങ്ങനെ ഒരു രാഷ്ട്രീയ വിവാദമാക്കണ്ട. പക്ഷെ സനീഷ് സർവീസ് ചെയ്ത ഒരാളിന് ഇത്തരം പ്രോട്ടോകോളൊക്കെ കൃത്യമായി പ്രത്യേകിച്ച് പോലീസ് സർവീസ് ഇരുന്ന പറയാൻ പറ്റില്ല. അത് നമുക്ക് പറയാൻ പറ്റില്ല. രാഷ്ട്രീയപരമായിട്ട് അല്ല സനീഷ്, ഞാൻ സംശയം ചോദിച്ചോട്ടെ. പോലീസ് സേനയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയം മറ്റ് സാധാരണ സർവീസുകൾ പോലെയല്ല.
പോലീസ് സേനയിൽ ഏത് കാര്യവും കൃത്യമായ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ മേലാഫീസർക്ക് മേളിലിരിക്കുന്ന ആളുമായി നേരിട്ട് ചിലപ്പോൾ ബന്ധം കാണും, വലിയ സൗഹൃദം കാണും, അല്ലെങ്കിൽ അവരുടെ ബന്ധുവായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. അവിടെ ഒരു ആവശ്യമുണ്ടെങ്കിൽ ഔദ്യോഗികമായി ഉന്നയിക്കേണ്ടത് അതിനൊരു രീതിയുണ്ട്. അങ്ങനെ ഉന്നയിക്കണമെന്ന് അറിഞ്ഞുകൂടാത്ത ആളല്ലല്ലോ ഈ ആർ ശ്രീലേഖ. പക്ഷെ അവര് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് പേഴ്സണലായിട്ട് വളരെ അറിയാവുന്ന വ്യക്തികളാണ്. അതൊരു MLA ആയിട്ടോ അല്ലെങ്കിൽ ഒരു BJP-കാരിയായിട്ടോ ഒരു LDF-കാരനായിട്ടോ സംസാരിച്ചതല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും ഇതാണ് എന്റെ ഒരു അഭിപ്രായം. ഒരു ലേഡി ആയതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. മധുസൂദനൻ സാറ് അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ആള് തൊട്ടടുത്താണ് വീട്. അപ്പൊ നമുക്ക് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ ടോയ്ലറ്റ് ഒക്കെ വേണമെങ്കിൽ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തെടുക്കാനും എല്ലാം ഒരു പുതിയ ഒരാൾ ഓഫീസിലേക്ക് വരുമ്പോൾ പഴയ ആൾ ഓഫീസിലേക്ക് എന്തെങ്കിലും മോശപ്പെട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വൃത്തിയാക്കി എടുക്കാനൊക്കെ ഈസി ആയിട്ട് കഴിയുന്നതല്ലേ. അതിനൊക്കെ അതൊന്നും ഒരു ഇങ്ങനെ വിഷയമൊന്നും അല്ലല്ലോ. ഇപ്പോൾ ഈ ബോർഡ് വെച്ചതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ബോർഡ് വെച്ചതിനെ പറ്റിയിട്ടുള്ള അത് ഞാൻ കണ്ടിട്ടില്ല. എന്താണ് അതിന് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടല്ലോ, അവിടെ MLA ബോർഡിന് മുകളിൽ ഒരു നെയിം ബോർഡ് കൗൺസിലർ നെയിം ബോർഡ് വെച്ചേക്കുന്ന MLA ബോർഡിന് തൊട്ട് മുകളിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ദൃശ്യങ്ങൾ കാണാമത്. അത് ഞാൻ വാർത്ത ശ്രദ്ധിച്ചിട്ടില്ല. നമ്മുടെ ടൗണിലൊക്കെ ഇപ്പോ ഏത് ബോർഡിന്റെ മേലെ വേറെ ബോർഡ് കൊടുന്ന് വെക്കുന്ന സിസ്റ്റം ഉണ്ടല്ലോ. മേലെ വെച്ചത് കൊണ്ട് ഒരാൾ മേലെയായി താഴെയായി അങ്ങനെ ഇല്ല. അങ്ങനെ മേലെയാവുന്ന ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ അത് ശരിയാണോ എന്ന് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. ശരി ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീനിവാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിവാദത്തെ അല്ലെങ്കിൽ ഈ ബാലിശമായ തർക്കത്തെ കാണുന്നത്? ബോർഡ് വെച്ചത് കൊണ്ടൊന്നും ഒരു തെറ്റുമില്ല. ഇന്ന കാലത്തിന് എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ വാർപ്പോസ്റ്റ് ഒട്ടിക്കുമ്പോൾ ഒരു UDF-ന്റെ വാർപ്പോസ്റ്റ് ഒട്ടിക്കുമ്പോൾ ഇടതുപക്ഷക്കാരെ അതിന്റെ മുകളിൽ ഒട്ടിക്കും, ഇടതുപക്ഷക്കാരെ ഒട്ടിക്കുമ്പോൾ അതിന്റെ മുകളിൽ ഒട്ടിക്കാം. ബോർഡ് വെക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ഉള്ള സ്ഥലത്തല്ലേ വെക്കാൻ പറ്റുള്ളൂ. അവർക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു പരിഗണന കൊടുത്തിട്ട് മാറി കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അവർ ഭരിക്കുന്ന പാർട്ടിയില്ലേ, അവർക്ക് വേറെ ഓഫീസുകളൊക്കെ കിട്ടാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. ഇത് നേരെ മറിച്ചിപ്പോ പ്രശാന്തിന്റെ ഇത്. ശ്രീനിവാസൻ, ഞാൻ സംശയം ചോദിച്ചോട്ടെ, ഈ VK പ്രശാന്ത് വട്ടിയൂർക്കാവിലെ MLA ആണ്. ആയിക്കോട്ടെ, ആ MLAക്ക് MLA ഓഫീസ് നിയമപരമായി കൊടുത്തതാണ് അദ്ദേഹത്തിന്. ഈ മാർച്ച് 31 വരെ വാടകയുണ്ട്. ആ വാടക കരാറനുസരിച്ച് മാർച്ച് 31 വരെ അദ്ദേഹത്തിന് അവിടെ തുടരാം. അങ്ങനെയുള്ള ഒരാൾ അവിടുന്ന് മാറിപ്പോകണം എന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥം? മാർച്ചിന് 2 മാസമല്ലോ. ആ 2 മാസം കഴിഞ്ഞിട്ട് ചോദിച്ചാൽ മതി. ആ 2 മാസം എന്താ ക്ഷമിക്കാൻ കഴിയില്ലേ? ഇതിപ്പോ നേരെ മറിച്ച് ഇപ്പൊ ഇവരാണെങ്കിൽ ഇപ്പൊ ശ്രീലേഖയുടെ സ്ഥാനത്ത് ഈ CPM-മാരാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇതുപോലെയുള്ള സംഭവമല്ല. അവര് മാന്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഒഴിഞ്ഞു വരണം. അതങ്ങനെ മാന്യമായി പറയലാവുന്നത്? ഒരു കൗൺസിലർ വിളിച്ച് MLA-യോട് താങ്കൾ നഗരസഭയുടെ മുറി ഒഴിയണമെന്ന് പറയുന്നത് മാന്യതയാണോ? അല്ല, മുറി ഒഴിച്ചില്ലെങ്കിൽ എനിക്ക് സ്ഥലം എനിക്ക് പോരാ. അത് പറയേണ്ടത് ശ്രീലേഖ പറയേണ്ടത് തിരുവനന്തപുരത്തെ മേയർ VV രാജേഷിനോടാണ്. പറഞ്ഞിട്ടുണ്ടല്ലോ. അത് VV രാജേഷിനോടായിരുന്നു പറയുന്നതിന് പകരം എന്തിനാണ് MLA വിളിക്കുന്നത്? അല്ല, VV രാജേഷിനോട് പറഞ്ഞിട്ടുണ്ട്. VV രാജേഷിനോട് പറഞ്ഞു. VV രാജേഷാണ് അത് പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടയാൾ. തിരുവനന്തപുരത്തെ മേയറാണ് അത് പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടയാൾ. ആ മേയർ ഒരു തീരുമാനം എടുക്കുമല്ലോ. VV രാജേഷിനോട് പറയുന്നതിന് മുമ്പ് VK പ്രശാന്തിനോട് വിളിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, അയാളോട് പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തോട് അതിനുശേഷം വല്ല കാര്യങ്ങൾ പറയുന്നത് അവിടെ ഔദ്യോഗികമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ, അതൊന്നും ചെയ്തില്ലല്ലോ. ഇത് നേരെ മറിച്ച് അപ്പുറത്താണെങ്കിൽ ഇവരെന്ത് ചെയ്തിരിക്കും? അപ്പുറത്താണെങ്കിൽ എന്താണ് പ്രശ്നം? ഏത് അപ്പുറത്തായി? ഇതേ BJP-കാരൻ തന്നെയല്ലേ കഴിഞ്ഞ 5 കൊല്ലം അവിടെ ഇരുന്നത്? അതെ, അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. അദ്ദേഹം എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഇതുവരെ പറഞ്ഞേ കേട്ടിട്ടില്ല. അതറിയില്ല. ഇനി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം മേയറോടാണ് കൊടുക്കേണ്ടത്. അല്ല, ഓഫീസ് സംബന്ധമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളായിട്ട് ഇതുപോലെ താഴ്മപ്പെടുത്തുമ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ. സന്ദീപാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ സന്ദീപ്, ഈ ഒരു MLA-യും കൗൺസിലർ തമ്മിൽ തർക്കം, അതോടൊപ്പം തന്നെ കൗൺസിലർ എന്ന് പറയുന്ന ഒരു മുൻ DGP കൂടിയാണ്. ഈ ബോർഡ് ഒരു MLA ബോർഡിന് മുകളിൽ കൊണ്ട് തൻ്റെ നെയിം ബോർഡ് വെക്കുക, ഈ കുട്ടികളൊക്കെ ക്ലാസ്സിൽ എൻ്റെ ബെഞ്ചിൻ്റെ സൈഡിൽ കയറി ഇത് വെച്ചു എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് അത് ഫേസ്ബുക്കിലെടുത്ത് പോസ്റ്റ് ചെയ്യുക, അതിൽ തർക്കത്തെ ആ ഒരു ബാലിശമായ തരത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താവും? അതൊരു ബാലിശമാണോ? നമ്മൾ അപ്പൊ അവരൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരുടെ പേര് വെക്കാനുള്ള ഒരു ബോർഡ് വെക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ ബോർഡ് വെക്കാം. സന്ദീപ്, സാധാരണ ഒരു MLA-യുടെയും കൗൺസിലറുടെയും ഓഫീസ് ഒരേ സ്ഥലത്താണെങ്കിൽ ബോർഡ് വെക്കുന്നത് MLA-യുടെ ബോർഡിന്റെ MLA-യുടെ താഴെയോ അല്ലെങ്കിൽ MLA-യുടെ മേളിലോ ബോർഡ് വെച്ചല്ലേ പറ്റുള്ളൂ. ഇപ്പൊ വെച്ച് അവിടെ നിങ്ങൾ നോക്കിയതിന് അറിയാം MLA-യുടെ താഴെ വെക്കാൻ സ്ഥലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ താങ്കൾക്ക് ആ ദൃശ്യത്തിൽ തന്നെ കൃത്യമായി കാണാമല്ലോ, അവിടെ താഴോട്ട് എത്ര വേണമെങ്കിലും സ്ഥലമുണ്ട്.
മേളിൽ വെച്ചു എന്ന് വെച്ച് ബോർഡോട് ഇരിക്കാതിരിക്കത്തുമില്ല. ബോർഡ് ഇരിക്കാതിരിക്കത്തൊന്നുമില്ല, പക്ഷെ അതിനകത്തൊരു ഔചിത്യമുണ്ട്. എന്താ ഔചിത്യം? ഔചിത്യം എന്താണ് ഇതിനകത്ത്? ഒരു MLA ബോർഡ് ഒരു സ്ഥലത്ത് കൗൺസിലറുടെ ബോർഡ് വിരിക്കുമ്പോൾ ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ MLA ബോർഡിന്റെ മുകളിൽ കൊണ്ടുവന്ന് കൗൺസിലറുടെ ബോർഡ് വെക്കലാണ് ഔചിത്യം. ഓക്കെ ആരുടെ മേളിൽ വെച്ചു നമ്മളൊരു ബോർഡ് വെച്ചു എന്നാണ് നമ്മളിപ്പോ ഫസ്റ്റ് അതിന്റെ നമ്മൾ 2 രീതിനെ അതിനെ നമ്മൾ സമീപിക്കണം. നമ്മൾ ആ ബോർഡ് വെച്ചു, അവർ രണ്ടുപേരും ഓഫീസ് ഷെയർ ചെയ്യുമ്പോൾ രണ്ടുപേരുടെയും ബോർഡ് വെക്കും. അതിന് താങ്കൾ കാണുന്ന കുറ്റം എന്നൊന്ന് പറഞ്ഞുതരാമോ? ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് ശ്രീ പറഞ്ഞത്. ശ്രീ സന്ദീപ്, ഒരേ ഓഫീസിൽ സന്ദീപ് കേൾക്കൂ, ഒരേ ഓഫീസിൽ രണ്ടുപേർ ജോലി ചെയ്യുന്നു, രണ്ട് മുറി രണ്ടുപേർക്കുണ്ട്. അവിടെ ഒരു ബോർഡ്, വാതിൽ ഒരു ബോർഡ് വെക്കുമ്പോൾ അവിടെ ഈ പറയുന്ന MLA ബോർഡിന്റെ മുകളിൽ കൊണ്ടുവന്ന് വാർഡ് കൗൺസിലറുടെ ബോർഡ് വെച്ചിട്ട് അത് ഫേസ്ബുക്കിൽ എടുത്ത് ഇടുക എന്ന് പറഞ്ഞാൽ അതൊരു ഔചിത്യമല്ല എന്നതേ പറഞ്ഞുള്ളൂ. താങ്കൾ നാട്ടിലുള്ള ഒരു MLA മേലൊരു ബോർഡ് വെച്ചെന്ന് കരുതി MLA പ്രോട്ടോകോളിൽ മേളിലാവുമെന്ന് കരുതുന്നവരും അത്രയും വിഡ്ഢികളായ നാട്ടുകാരും അങ്ങനെയൊക്കെ കരുതുന്നതല്ലേ ഇതിന്റെ അർത്ഥം? IPS കിട്ടിയവർ അങ്ങനെ കരുതുന്ന നമ്മളാണ് മണ്ടന്മാര്. അതെങ്ങനെയാണ് കരുതുന്നത്? IPS കിട്ടിയെന്ന് കരുതി നേരിട്ട് MLA വിളിച്ച് ഒരു സ്ഥലത്തെ പ്രോട്ടോകോൾ പോലും ലംഘിച്ച് MLA നേരിട്ട് ഫോണിൽ വിളിച്ച് എനിക്ക് അനിയനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്ന ആൾക്ക് ഇതൊക്കെ അറിയാമെന്ന് നമ്മളങ്ങനെ ധരിക്കും. IPS കിട്ടിയെന്ന് കരുതി അവർ IQ ലെവലും ഒരിക്കലും കുറച്ച് കണ്ട. IPS കിട്ടുന്ന വിഷയം, ഔചിത്യമാണ് വിഷയം. അതിന്റെ ഔചിത്യക്കുറവ് അവരുടെ ഓഫീസിൽ ബോർഡ് വെക്കാൻ ഇവിടെ നിയമമില്ല എന്നുള്ള ക്വസ്റ്റ്യൻ. ബോർഡ് വെക്കാം, പക്ഷെ അതിന്റെ ഔചിത്യമുണ്ട്, അതേ ഞാൻ പറഞ്ഞുള്ളൂ. എന്താണ് ഔചിത്യം? ആരാണ് ഔചിത്യം തീരുമാനിക്കണം? മേളിൽ വെക്കണോ താഴെ വെക്കണോ എന്ന് എവിടെയാണ് പ്രോട്ടോകോൾ? താങ്കൾ പ്രോട്ടോകോൾ ഞാൻ പറഞ്ഞോ? അതിനാണ് ഔചിത്യം എന്ന വാക്ക് ഉപയോഗിച്ചത് സന്ദീപ്. ആരാണ് ഇവിടെ ഔചിത്യം തീരുമാനിക്കുന്നത്? ഞാൻ വളരെ സിമ്പിളായി ഇത്രേ പറഞ്ഞുള്ളൂ. ഒരു ബസ്സിൽ കയറിയാൽ ഒരു പ്രായമായ ഒരാൾ നമ്മുടെ അടുത്തേക്ക് നിൽക്കുന്നു. ആ പ്രായമായ ഒരാൾ നിൽക്കുന്ന കണ്ടാൽ ചെറുപ്പക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എണീറ്റ് കൊടുക്കണമെന്ന് ഒരു നിയമവുമില്ല. പക്ഷെ കൊള്ളാവുന്ന ചെറുപ്പക്കാരെ എണീറ്റ് കൊടുക്കും. അത്രേ ഉള്ളൂ. 871 രൂപ വെറും മാസവാടകയ്ക്ക് കൊടുക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഔചിത്യം കാണിക്കുന്ന 871 രൂപ മാസവാടകയ്ക്ക് കൊടുക്കുന്ന പ്രശാന്തിന്റെ വീട്ടിലേക്കല്ല ശ്രീ സന്ദീപ്, വട്ടിയൂർക്കാവിലെ ജനങ്ങളുടെ പ്രതിനിധിയാണ് MLA. ആ 871 രൂപ തന്നെ വാങ്ങിക്കേണ്ട കാര്യമില്ല. 3 ഓഫീസുണ്ട് സാർ. 3 ഓഫീസ്? അതെവിടെയാണ് 3 ഓഫീസ്? 2 നമ്മുടെ 31, 32 റൂം അദ്ദേഹത്തിനായിട്ട് ഈവൻ ഹോസ്റ്റൽ തന്നെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് സാർ. താങ്കൾക്ക് അറിയില്ലായിരുന്നു അത്? ശ്രീ സന്ദീപ്, MLAക്ക് അനുവദിച്ചു കൊടുത്തേക്കുന്ന ഓഫീസിലാണ് MLA ഇരിക്കുന്നത്. ഇനി കേൾക്കൂ, MLAക്ക് അനുവദിച്ചു കൊടുക്കുന്ന ഓഫീസ് അല്ലെങ്കിൽ അത് നഗരസഭയുടെ കെട്ടിടമാണ്. നഗരസഭയ്ക്ക് ഔദ്യോഗികമായി തന്നെ നോട്ടീസ് കൊടുക്കാം. നിങ്ങൾക്ക് അനുവദിച്ച റൂമിലല്ല നിങ്ങൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുവദിച്ച സ്ഥലത്തല്ല ഇരിക്കുന്നത്, നിങ്ങൾ ഒഴിവാക്കാമല്ലോ. 871 രൂപയ്ക്ക് താങ്കൾക്ക് 871 രൂപയ്ക്ക് എന്താണ് കുഴപ്പം? 871 രൂപ വാങ്ങിക്കുന്നതിന് യഥാർത്ഥത്തിൽ തെറ്റല്ലേ? ഒരു MLA ജനസേവനത്തിന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിക്കുന്നല്ലോ ഇത്. 25,000 രൂപ 25,000 രൂപ എന്തിനു കൊടുക്കുന്നു? അത് പറഞ്ഞ സന്ദീപ്, കണക്കെന്ന് പറഞ്ഞ. മണ്ഡലം അലവൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു MLAക്ക് 25,000 രൂപ കൊടുക്കുന്ന മണ്ഡലം അലവൻസ് ആണ്. അത് വാടക കൊടുക്കുന്ന പണമല്ല. ആ MLAക്ക് മണ്ഡലത്തിൽ പോകാനും മണ്ഡലത്തിലെ കാര്യങ്ങൾ ചെയ്യാനും മണ്ഡലത്തിലേക്ക് വേണ്ടി ആവശ്യമായ ബാക്കി കാര്യങ്ങൾ ചെയ്യാനും എല്ലാം കൂടി കൊടുക്കുന്നതാണ് 25,000 രൂപ. 25,000 രൂപ വെച്ച് 4 കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാമോ സാർ? 25,000 രൂപ കൊണ്ട് ഒരു സാധാരണ MLAക്ക് ഒരു മാസത്തെ മണ്ഡലത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. 11,000 സാർ പറഞ്ഞത് 25,000 രൂപയ്ക്ക് MLA നാട്ടിൽ നടത്തിയ 25,000 കാര്യമാണ് സാർ ഞാൻ പറയുന്നത്. സാർ സന്ദീപേ ഒന്ന് കേൾക്കൂ, ഒരു MLA ആണെങ്കിൽ MLAയുടെ ഓഫീസ് നടന്നു പോകണം. ആ ഓഫീസിൽ ആളുകൾ വേണം. MLAക്ക് അവിടെ വരുന്ന ആളുകൾക്ക് വേണ്ട മിനിമം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. MLAക്ക് ഓരോ സ്ഥലത്ത് സഞ്ചരിക്കേണ്ടതുണ്ട്. സാർ കേൾക്കൂ സാർ, അദ്ദേഹത്തിന്റെ സ്റ്റാഫിനുള്ള സാലറി അദ്ദേഹത്തിന് വേറെ എഴുതിയെടുക്കുന്നുണ്ട് സാർ. അദ്ദേഹത്തിന് അവിടെ വരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ താങ്കൾക്ക് ചായ വാങ്ങിച്ചു കൊടുക്കാൻ വേറെ ഫണ്ട് സാർ. 8,000 രൂപയുടെ വേറൊരു ഫണ്ടുണ്ട് സാർ. 11,000 രൂപ അദ്ദേഹത്തിന്. താങ്കൾ ഒരു കാര്യം ചെയ്യും, എനിക്ക് സന്ദീപിനോട് പറയാൻ വളരെ സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ. സന്ദീപ് ഒരു കാര്യം ചെയ്യാം, ഇതെല്ലാം നമ്മുടെ പൊതു മധ്യത്തിൽ ലഭ്യമാണ്. താങ്കൾ ഒരു MLAക്ക് എത്ര രൂപയാണ് ആകെ ഒരു മാസം കിട്ടുന്നത്? കേരളത്തിൽ കിട്ടുന്നത് 70,000 രൂപ. 70,000 രൂപയിൽ ഏതെല്ലാം ഇനത്തിലാണ് വരുന്നത്? ഇത് താങ്കൾ വളരെ കൃത്യമായിട്ട് തന്നെ കിടപ്പുണ്ട്. പിന്നെ മറ്റൊന്നുകൂടി ഞാൻ പറയാം, കേരളത്തിൽ ഇപ്പോൾ MLAമാർക്ക് കിട്ടുന്ന തുക കൊണ്ട് ഒരു MLAക്ക് ഒരു മാസം യഥാർത്ഥത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാനുള്ള തുകയും അല്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തിപരമായ അഭിപ്രായം. അതും കൂടി മണ്ഡലവൻസിൽ കൊടുക്കാം സാർ. ആ പൈസ 25,000 കൊടുക്കാം സാർ. അത് താങ്കൾ പറയാത്ത സന്ദീപ്, അതൊന്നും അല്ല വിഷയം. ഇവിടെ വിഷയം എന്ന് പറയുന്നത് താങ്കൾ ഈ വിഷയത്തിൽ നിന്ന് മാറി. ഞാൻ ആ വിഷയത്തിൽ മാറത്തില്ല സന്ദീപ്. സന്ദീപ് നോക്കിക്കോ, ഞാൻ ഒരു വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. MLA ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി അഴിമതി കാണിച്ചുവെങ്കിൽ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം, പറഞ്ഞോളൂ. അഴിമതി ആര് പറയുന്നത് സാർ? ഇത്ര 7 വർഷമായിട്ട് വാടകയ്ക്ക് വേണ്ടിയാണ് 25,000 രൂപ കൊടുക്കുന്നത് സാർ. വാടക ഉൾപ്പെടെയാണ് സാർ 25,000. അതാണ് പറഞ്ഞത്, വാടക ഉൾപ്പെടെയാണ്, എല്ലാ ചെലവിനും കൂടി കൊടുക്കുന്നതാണ് 25,000 രൂപ. ഏതല്ല ബാക്കി ചെലവ് പറയും സാർ. ബാക്കി ബാക്കി ചെലവൊന്നുമില്ല. അദ്ദേഹത്തിന് ഒരു MLAക്ക് ഒരു മണ്ഡലത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾക്ക് ഒരു ചെലവുമില്ല. താങ്കൾ അങ്ങനെയാണ് കൂടി.
സാർ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞുതരാം സാർ. 14,000 രൂപ ടെലിഫോൺ ബിൽ 14,000 രൂപ ടെലിഫോൺ ബിൽ കൊടുക്കുന്നുണ്ട് സാർ. 8,000 രൂപ താങ്കൾ പോലുള്ള 14,000 രൂപ ടെലിഫോൺ ബില്ലോ? താങ്കൾ ആ കണക്ക് ഒന്നുകൂടെ വായിക്കൂ. 14,000 രൂപ ടെലിഫോൺ ബില്ലാണ് സാർ. അവർക്ക് 14,000 രൂപ വരെ ദേ ക്യാൻ ക്ലെയിം ഫോർ ദ ടെലിഫോൺ ബിൽസ്. താങ്കളെപ്പോൾ ആരെങ്കിലും വന്ന് ഓഫീസിലേക്ക് അവർക്ക് ചായ അതുപോലെ എന്തെങ്കിലും സമയം കൊണ്ട് 8,000 രൂപ വേറെ ബില്ല് സാർ. ചുമ്മാ വെറുതെ ഒരു MLA-ക്ക് അവിടെ ഓഫീസിൽ വരുന്ന എല്ലാവർക്കും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നതിനെല്ലാം വേറെ വേറെ ബില്ലുണ്ട്. അതിന് തുകയൊന്നുമില്ല. ആകെ എല്ലാം കൂടി എത്ര കൊടുക്കുന്നത്? ഒരു MLA-ക്ക് ആകെ കൂടി എത്ര കിട്ടുന്നത് അത് പറ. ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കും സാർ, എന്താണ് അതിന് ബില്ല്. താങ്കൾ പറഞ്ഞോളൂ, താങ്കൾ സെർച്ച് ചെയ്ത് വെച്ചേക്കല്ലേ, താങ്കൾ പറഞ്ഞോളൂ. 8,000 രൂപ കൊടുക്കുന്നുണ്ട് സാർ. ഞാൻ പറഞ്ഞതില്ല, അത് വിട്ടേക്കൂ. അപ്പൊ 25,000 രൂപ കിട്ടിയിട്ട് വെറും 870 താങ്കൾ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ 100% ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടതാണ്. ഇത് ഒരു MLA-ക്ക് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടതാണ്. MLA വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന MLA ആണ്. അല്ലെങ്കിൽ ഓരോ സ്ഥലത്തെയും MLA-ക്ക് അവിടെ ഒരു ഓഫീസ് സർക്കാർ കൊടുക്കുന്നെങ്കിൽ അത് സൗജന്യമായി തന്നെ കൊടുക്കണം. അല്ലാതെ ആ അലവൻസ് ചെയ്ത് പണം വാങ്ങിക്കൊണ്ടാണ് കൊടുക്കേണ്ടത്. പറയുന്നത് കേൾക്കൂ. നമ്മൾ ഉൾപ്പെടെയുള്ള നികുതി പണം കൊടുക്കുന്നതിന് ഗവൺമെന്റ് അദ്ദേഹത്തിന് പേ ചെയ്യുന്നുണ്ട്. 25,000 രൂപ പേ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് എടുത്തു കൊടുത്താൽ കോർപ്പറേഷൻ അതിന് എമൗണ്ട് കിട്ടത്തില്ല സാർ. അത് കിട്ടുന്നുണ്ടല്ലോ കോർപ്പറേഷൻ. അതെല്ലാം 25,000 രൂപയുടെ വലിയൊരു തുക കോർപ്പറേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. അല്ലല്ലോ, ആ കോർപ്പറേഷനിൽ വരുന്ന വാർഡിലെ അംഗങ്ങൾക്ക് കൂടി വേണ്ടിയാണ് MLA ആയിട്ട് നിൽക്കുന്നത്. സാർ കാശ് കൊടുക്കട്ടെ. 25,000 രൂപ കൊടുക്കുന്നതിന് താങ്കളോട് പറഞ്ഞോണ്ട് എനിക്ക് താങ്കളോട് പറയാൻ, താങ്കളുടെ വിശ്വാസം താങ്കളെ രക്ഷിക്കട്ടെ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും 25,000 രൂപ ഒരു MLA-യുടെ ചെലവിന് വേണ്ടി കൊടുക്കുന്നത് MLA-യുടെ വ്യക്തിപരമായ ചെലവിന് വേണ്ടിയല്ല. ആ ജനങ്ങളെ സേവിക്കുന്നതിന്റെ ഭാഗമായി MLA-ക്ക് ഉണ്ടാകാവുന്ന ചെലവുകൾക്ക് വേണ്ടിയാണ്. അത് പരിമിതമായ തുകയാണ്. അതിന് യാതൊരു സംശയമില്ല. 25,000 അല്ല സാർ, കള്ളത്തരം പറയരുത്. മീഡിയയിൽ നിന്ന് കള്ളത്തരം പറയരുത് സാർ. മീഡിയയിൽ നിന്ന് ഞാൻ കള്ളത്തരം പറയുന്നില്ല സന്ദീപ്. ഞാൻ ആ തുടക്കത്തിൽ തന്നെ കൃത്യമായി പറഞ്ഞു എത്ര രൂപയാണ് 70,000 രൂപ കിട്ടുന്നതിന്റെ. അതിന്റെ ഓരോ സ്പ്ലിറ്റപ്പ് വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം. സ്പ്ലിറ്റപ്പ് വേണമെങ്കിൽ എടുത്തു തരാം. എനിക്കിപ്പോ ഞാൻ എന്റെ കയ്യിൽ സ്പ്ലിറ്റപ്പ് വിശദീകരിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെ വിശദമായിട്ട് എല്ലായിടത്തും വന്നതാണ് സ്പ്ലിറ്റപ്പ്. പിന്നെ താങ്കൾ വന്നിട്ട് 25,000 രൂപ കിട്ടുന്ന ആൾ 850 രൂപ തന്നെ ഒരു MLA-യുടെ കയ്യിൽ നിന്ന് വാടക മേടിക്കുന്നത് തെറ്റാണെന്നാണ് എന്റെ പേഴ്സണലായ അഭിപ്രായം. അതുപോലെ ഒരു ഒറ്റ സെക്കൻഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. ബാക്കി 139 MLA-ലും മാക്സിമം MLA-മാരും വെളിയിൽ ഒരു 5,000 6,000 രൂപയ്ക്ക് മേലും വാടകയ്ക്ക് റൂം എടുത്ത്. അങ്ങനെയല്ല സന്ദീപ്. അങ്ങനെയാണ് സാർ. ഞാൻ സന്ദീപ് കൃത്യമായി പറഞ്ഞുതരാം. സന്ദീപ് കേൾക്കൂ. താങ്കളൊന്ന് കേൾക്കാതെ അങ്ങനെ പറയുന്നത്. താങ്കളൊന്ന് കേൾക്കൂ. MLA-മാർക്ക് സ്വകാര്യ എവിടെയെങ്കിലും സർക്കാരിന്റെ സംവിധാനത്തിൽ എവിടെയെങ്കിലും മുറി ഒഴിവുണ്ടെങ്കിൽ അവർ ആ സംവിധാനം ഉപയോഗിക്കും. ആ മുറി ഒഴിവില്ലാത്ത സ്ഥലത്ത് അവർ സ്വകാര്യമായ സ്ഥലത്ത് നിന്ന് ആളുകളെ എടുക്കും. അത് MLA ഓഫീസായാലും കൗൺസിലർ ഓഫീസായാലും എല്ലാം അങ്ങനെയാണ്. എവിടെയെങ്കിലും സർക്കാർ സംവിധാനത്തിലെ മുറിയോ സ്ഥലമോ ഒഴിവുണ്ടെങ്കിൽ ആ സ്ഥലത്ത് അവർ ഓഫീസായി നിൽക്കും. അതല്ല അവർക്ക് സ്വകാര്യം അവിടെ കണ്ടെത്താൻ കഴിയുന്നില്ല പ്രധാനപ്പെട്ട സ്ഥലത്ത്. ഇത് വെക്കുന്ന ആളുകൾക്ക് വരാനുള്ള സൗകര്യത്തിലാണല്ലോ വെക്കേണ്ടത്, അല്ലാതെ എവിടെയെങ്കിലും വെച്ചാൽ പോരല്ലോ. അങ്ങനെയുള്ള സ്ഥലത്ത് ഓഫീസ് ഇല്ലെങ്കിൽ അവർ സ്വകാര്യമായിട്ട് ആരുടെയെങ്കിലും മുറി വാടകയ്ക്ക് എടുക്കും. അത് ചിലപ്പോൾ 5,000 രൂപയ്ക്ക് വാടകയ്ക്ക് എടുക്കുന്നവരുണ്ട്, സൗജന്യമായി വാടകയ്ക്ക് മേടിക്കുന്നവരുണ്ട്, അല്ലാതെയൊക്കെ മേടിക്കുന്നവരുണ്ട്. അതിന് യാതൊരു സംശയമില്ല. എല്ലാവരും കാശ് കൊടുത്ത് തന്നെ. അപ്പൊ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് 870 രൂപ കൊടുത്തു? എന്തിനങ്ങനെ അഫോർഡ് ചെയ്യേണ്ടത്? ഞാൻ ചോദിച്ചത് 850 രൂപ കിട്ടിയിരുന്നത് ഈ നഗരസഭയിലെ ജനങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ ഈ MLA നിൽക്കുന്നത്? അതെങ്ങനെ തെറ്റാന്ന് പറഞ്ഞു? അതെങ്ങനെ തെറ്റാന്ന് പറഞ്ഞ പറഞ്ഞുതരാം. 871 പകരം അദ്ദേഹം ഒരു 10,000 രൂപ കൊടുത്ത കോർപ്പറേഷന് 10,000 രൂപ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 851 രൂപ ഉപയോഗിച്ചുകൊണ്ട് ആ ഓഫീസ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ആർക്കുമല്ല, അത് ഈ കോർപ്പറേഷനിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ സെക്രട്ടറി ഹോസ്റ്റലിൽ ഓഫീസ് ആർക്ക് വേണ്ടിയാണ് സാർ പ്രവർത്തിക്കുന്നത് സാർ? എന്താ, ആരാണ്? ആ ഹോസ്റ്റലിൽ നമ്മുടെ MLA ഹോസ്റ്റലിൽ കിടക്കുന്ന 2 റൂം, ഒരു റൂം ഓഫീസ് റൂമാണ്, ഒരു റൂം അദ്ദേഹത്തിന്റെ ഗസ്റ്റിനെ പോട്ടെ, അത് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ആ ഗസ്റ്റ് ഉള്ള റൂം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആർക്കും ഗസ്റ്റ് താമസിക്കുന്നില്ല. ഒരു രണ്ടാമത്തെ റൂം അദ്ദേഹത്തിന് ഓഫീസ് ഫുൾ വിത്ത് പ്രിന്റർ, all Wi-Fi setup with all facilities and amenities. He is working with the office. ആ ഒരു സാധനം കിട്ടുമ്പോൾ അവിടെ അദ്ദേഹത്തിന് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വട്ടിയൂർക്കാവിന്റെ മണ്ഡലത്തിൽ 140 MLA-മാർക്കും അവിടെ മന്ത്രിമാരൊഴികെ എല്ലാവർക്കും MLA ഹോസ്റ്റലിൽ റൂമുണ്ട്. ആ MLA-മാരും അവിടെ അല്ലല്ലോ നിൽക്കുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് തന്നെയാണ് MLA ഓഫീസ് ഉള്ളത്. സാർ അവിടെ ഓഫീസ് ഉണ്ടോ എന്നുള്ളതാണ്. ജനങ്ങൾ അവിടെ ചെല്ലും സാർ. അത്രയും വലിയ വണ്ടി കയറി ചെല്ലാൻ പറ്റും. ജനങ്ങൾ ആരും അവിടെ ചെല്ലാൻ കഴിയാതിട്ടാണോ? രണ്ടാമത് പ്രശാന്ത് വട്ടിയൂർക്കാവ് പോലെ ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ വലിയ ആധിപത്യമുള്ള BJP-യുടെ വലിയ ആധിപത്യമുള്ള ഒരു മണ്ഡലത്തിൽ അവിടെ പ്രശാന്ത് ജയിച്ചത്. ട്രിവാൻഡ്രം സിറ്റിയിൽ തന്നെയുള്ള ഒരു വ്യക്തിയാണ്, എനിക്കറിയാം. ശരി സന്ദീപിന്റെ വാദങ്ങളൊക്കെ എങ്ങനെ ആവശ്യത്തിന് അധികം സമയം സന്ദീപിന് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജനാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ രാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത്തരം ബാലിശമായ തർക്കങ്ങളിലേക്ക് ഇവർ നീങ്ങുന്നതിന് പിന്നിലെ ഒരു വലിയ ലക്ഷ്യം ഈ വട്ടിയൂർക്കാവാണോ?
സാറിന് ആദ്യം ഹാപ്പി ന്യൂ ഇയർ. ഞാൻ കുറെ ദിവസം ഇല്ലായിരുന്നു. ഹാപ്പി ന്യൂ ഇയർ. എവിടെയായിരുന്നു? രണ്ടാമത്തെ കാര്യം, എവിടെയായിരുന്നു? ഞാൻ ബോംബെ സൈഡിലായിരുന്നു. ശരി, ഓക്കെ, പറഞ്ഞോളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു നിങ്ങളെല്ലാം ഒന്ന് കിട്ടാൻ വേണ്ടി. അത് പോട്ടെ. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. വെറുതെ ഇത് ഇങ്ങനെ അറിയാൻ വയ്യാത്ത ആൾക്കാരുമായിട്ട് തർക്കിക്കരുത്. ഒറിജിനൽ പിന്നെ ടെലിഫോൺ ബില്ല് മാത്രമാണ് പൊതുഭരണ വകുപ്പ് പേ ചെയ്യുന്നത്. അല്ല 10,000 രൂപ മാസം കിട്ടുന്നു, 8,000 രൂപ അവിടെ വായുവിൽ കൂടെ വരുന്നു. ഇതൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരോടൊന്നും പറയരുത്. ഒരു സംഗതി അറിയാൻ പറ്റുന്ന ആൾക്കാരാണ് സാറേ അവരൊക്കെ. അല്ല, ഞാനത് അദ്ദേഹം പറഞ്ഞോട്ടെ എന്ന് തന്നെ കരുതിയതാണ്. വെച്ചാൽ ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഏറ്റവും അവസാനത്തെ സെർച്ച് ചെയ്താൽ പോലും കിട്ടും ഓരോത്തിനും എത്ര തുക കിട്ടുന്നത്. അദ്ദേഹം പറഞ്ഞോട്ടെ എന്ന് തന്നെ കരുതിയതാണ്. അതെ. അതുപോലെ തന്നെ ഒരു MLA താഴെയാണ് മേയർ പോലും. മേയറുടെ താഴെയാണ് ഒരു കൗൺസിലർ. അവരുടെ അഹങ്കാരം കൊണ്ടല്ലേ അത് ആ ബോർഡ് കൊണ്ടുവന്ന് അതിന്റെ മോളിൽ കൊണ്ടുവച്ചത്. അവർ ആ ജയിച്ചപ്പോ മുതൽ ഇരിക്കുന്നതിന് മുമ്പ് കാല് കിട്ടുക. രണ്ടാമത്തെ കാര്യം, ഒരാൾ പറയുന്നത് കേട്ടു എന്തെന്ന് അഴിമതി ഇല്ലെന്ന് BJP-ക്കാര്. പിന്നെ മധ്യപ്രദേശില് വെള്ളം സപ്ലൈ ചെയ്തു, കുടിവെള്ളം സപ്ലൈ ചെയ്തു. 9,000 രൂപ വെച്ച് ഒരു ലോറിക്ക് 5,000 രൂപ ലോറിക്കാരന് കൊടുത്തിട്ടുള്ളതെന്നാ ലോറിക്കാരൻ പറയുന്നത്. ആ വെള്ളം കുടിച്ച് 13 പേര് മരിച്ചു ഇപ്പൊ. എന്നിട്ട് ഗ്യാൻവാപ്പിയുടെ കഥ അറിയാമല്ലോ സാറിന്. 70 പേരെയാണ് കുരുതി കൊടുത്തത്. മുടിഞ്ഞ അഴിമതി അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ശ്രീലേഖ IPS ഒരു വലിയ മണ്ടത്തരം പറഞ്ഞു. പിന്നെ ദിലീപ് വളരെ നല്ലവനും നീതിവാനും സർവോപരി പിന്നെ നായരും പിന്നെ 5 നേരം പ്രാർത്ഥിക്കുന്നവനും ശബരിമല പോകുന്നവനുമാണെന്ന് പറഞ്ഞു. ശരി, ഓക്കെ, നമ്മുടെ വിഷയം എന്തായാലും അതല്ല. ശ്രീ പൾസർ സുനിക്ക് 70 ലക്ഷം രൂപ എങ്ങനെ കൊടുത്തത്? അതല്ല നമ്മുടെ വിഷയം. അതുകൊണ്ട് തൽക്കാലം അതിലേക്ക് കിടക്കേണ്ടതല്ലേ ശ്രീരാജൻ. അല്ല, അത് ശ്രീലേഖ പറഞ്ഞ കാര്യങ്ങളല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതാണല്ലോ ശ്രീ ഉണ്ണികൃഷ്ണനാണ് പുറത്ത് കൂടുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായ ഈ ബാലിശമായ തർക്കങ്ങൾ വട്ടിയൂർക്കാവെന്ന ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള തർക്കമാണോ? ഒരു ബോർഡാണ് ഇപ്പൊ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് അല്ലേ? ഓരോ ദിവസം ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പൊ ഈ വെള്ളാപ്പള്ളി ഭീകരനായിട്ടൊക്കെ വിളിച്ച് നിങ്ങളെയൊക്കെ വിളിച്ച് അപമാനിച്ചിരുന്നു, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഇന്നലെയും മെനഞ്ഞാന്നും വെള്ളാപ്പള്ളി വിഷയമായിരുന്നു ചർച്ച ചെയ്തത്. അങ്ങനെ ഓരോ ദിവസവും ഓരോ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. എല്ലാ ദിവസവും നമുക്ക് വെള്ളാപ്പള്ളി ചർച്ച ചെയ്യാൻ കഴിയുമോ? നിങ്ങളിപ്പോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങേരെ വാടപ്പിക്കാന്നുള്ളതാണ് നിങ്ങൾ മാധ്യമങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാരണം. ഉണ്ണികൃഷ്ണൻ, നമ്മൾ ഇന്നലെയും മെനഞ്ഞാന്നും ചർച്ച ചെയ്തത് വെള്ളാപ്പള്ളി വിഷയമാണ്. അത് ഇന്നും കൂടെ ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. നിങ്ങൾ അതിജീവിതകളൊക്കെ അവിടെ പോയി ആ വിഷയങ്ങളൊക്കെ ആവശ്യം പോലെ ദിവസങ്ങൾ ശ്രീ ഉണ്ണികൃഷ്ണൻ ചർച്ച ചെയ്യട്ടെ. താങ്കൾക്ക് ഈ വിഷയത്തിൽ സംസാരിക്കുന്നതിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ? അവരെ കുറിച്ചൊന്നും കാണാനില്ലല്ലേ? ഒരു ബോർഡ് വെച്ചത് ഇത്ര വലിയ വിഷയമാക്കി എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒന്നുമല്ലെങ്കിലും പിന്നെ പ്രശാന്തിന്റെ നെറ്റിയിലൊന്നല്ലല്ലോ ബോർഡ് വെച്ചത്, അതിന്റെ ആ ബോർഡിന്റെ തൊട്ട് മേലിലല്ലേ വെച്ചത്. അത് തന്നെയാണ് ഇത്രയും വലിയ അതെന്താ കുഴപ്പമിപ്പോ? ഒരു കുഴപ്പമില്ല. എന്താ കുഴപ്പമിപ്പോ? ഒരു കുഴപ്പമില്ല ശ്രീ ഉണ്ണികൃഷ്ണൻ. പ്രശാന്തിന്റെ ബോർഡ് ഇരിക്കുന്നതിന്റെ മേളില് അവര് ഒരു ബോർഡ് വെച്ചു. അതിന് എന്താണ് അതിൽ ഇത്രയും വലിയ സംഭവം? ശ്രീ ഉണ്ണികൃഷ്ണൻ, ഒരു കുഴപ്പമില്ല. പ്രശാന്തിനേക്കാൾ MLA-ക്കാൾ വലിയ ആളാണ് മേയർ എന്നുള്ളത്, അല്ല കൗൺസിലർ എന്നുള്ളത് ഒരു തോന്നൽ കൂടി വരും. അത് കുഴപ്പമില്ല, നല്ലതാണ്. ഇതിനെക്കാളും പിന്നെ ക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഒരു ബോർഡല്ല, ഇതിനെക്കാളും നികൃഷ്ടമായിട്ടുള്ള പ്രവൃത്തികൾ കാണിച്ചിട്ടുള്ള നമ്മളെ കണ്ടിട്ടുണ്ട്. ഈ ഒന്നുമല്ലെങ്കിൽ അവര് പ്രശാന്തിനെക്കാളും പ്രായമുള്ള ആളല്ലേ? ആ പ്രായം വെച്ചിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രായമുള്ള ആളുടെ ബോർഡ് ഏറ്റവും മുകളിൽ വെക്കേണ്ടി വരുമല്ലോ. ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പ്രശാന്തിനെക്കാളും ഒരു പടി മുമ്പേ ഒക്കെയുള്ളൂ. അതെങ്ങനെയാണ്? പ്രശാന്തിനേക്കാൾ ഏത് ക്വാളിറ്റിയിലാണ് ഒരു പടി മുന്നിൽ നിൽക്കുന്നത്? സ്ഥാനമല്ല, ഇത് കുറച്ചാൾ മുമ്പ് വരാം. ശ്രീ അല്ല ഉണ്ണികൃഷ്ണൻ, അത് പറയൂ, ഏത് ക്വാളിറ്റിയിലാണ് പ്രശാന്തിനേക്കാൾ മുന്നിൽ നിൽക്കുന്നു പറയുന്നത്? എത്രയൊക്കെ ചാടിയാലും അവർ ഒരു മകനെ പോലെയാണ് പ്രശാന്തിനെ. മകനെ പോലെയാണോ അനിയനെ പോലെയാണോ കാണുന്നതൊക്കെ വേറെ കാര്യം. ക്വാളിറ്റിയുടെ കാര്യമൊന്നും ആരുടെയും പറയരുത്. എല്ലാവരുടെയും ക്വാളിറ്റിക്ക് ഒരു കുഴപ്പമില്ല. എല്ലാവരും മത്സരിച്ച് ജയിക്കുന്നവർക്കെല്ലാം ഒരേ ക്വാളിറ്റിയാണ്. അല്ലാതെ പ്രശാന്തിനേക്കാൾ ഏതെങ്കിലും തരത്തിൽ ക്വാളിറ്റി കൂടിയ ആളൊന്നുമല്ല. രാഷ്ട്രീയ ക്വാളിറ്റി പരിശോധിക്കാനാണെങ്കിലും പ്രശാന്തിന് ദീർഘകാലമായ രാഷ്ട്രീയ പരിചയമുണ്ട്. തിരുവനന്തപുരത്തെ ഒരു മേയറായിരുന്നു, നല്ല രീതിയിൽ 2 തവണ MLA ആയിരുന്ന ആളാണ്. ഇതാ പുതുതായി വരുന്ന ഒരാൾ മാത്രമാണ് ശ്രീലേഖ. ശ്രീലേഖയുടെ അത്ര ഭരണപരമായ കഴിവൊക്കെ ഇനി കാണാനിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഉള്ള പിന്നെ സ്ഥാപനങ്ങൾ അത്രയും പാർട്ടിക്കാർക്ക് പിന്നെ തീരെഴുതി കൊടുത്തിട്ട് നക്കാപ്പിച്ച പിന്നെ വാടക മാറ്റോണ്ട് അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നടപടി എടുക്കണം ശ്രീ ഉണ്ണികൃഷ്ണൻ. ഉറപ്പായി നടപടി എടുക്കണം. ഞങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാണ്. നടപടി എടുക്കണം. നടപടി എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വരുന്നത്. ഇതെങ്ങനെയാണ് നടപടി എടുക്കുന്നതിന്റെ ഭാഗമാകുന്നത്? ഇത് അവര് ഏതുവരെ പോകുന്നു കാണട്ടെന്ന്, അവരേതുവരെ പോകുന്നു കാണട്ട്. ഇനി ചാമ്പല് വാരിയിൽ നിന്ന് 88, 60, പിന്നെ 70 ലക്ഷം എടുക്കണമെന്ന് കാണട്ട്. നിങ്ങൾക്കറിയാലോ, വെറോട്ട ഇറച്ചി തിന്നെന്ന് പറഞ്ഞുകൊണ്ട് കോടികൾ എഴുതി മാറ്റില്ലേ? അതൊന്നും ആര് പൊങ്ങിയില്ലല്ലേ? ഇതൊന്നും അത്ര അഴിമതികളെല്ലാം പുറത്തു കൊണ്ടുവരണം. അത്ര അഴിമതി ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം. അല്ലാതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമായില്ല. ഈ നിസ്സാര ഒരു ബോർഡിന് വേണ്ടി അലക്കുന്നത് ആ വിഷയം ഇപ്പോഴും എടുക്കാമല്ലോ.
അല്ലാതെ എടുത്തോളൂ, ഞാനതല്ലേ പറയാം. ഞങ്ങളെല്ലാം അതിന് യോജിപ്പാണ്. അഴിമതി കാണിച്ചാലും ആ അഴിമതി പുറത്തു കൊണ്ടുവരണം, ആ അഴിമതിക്കാരെ ശിക്ഷിക്കണം. അല്ലാതെ പരസ്പരം രാഷ്ട്രീയക്കാർ തമ്മിൽ ധാരണയുണ്ടാക്കി നിങ്ങളുടെ അഴിമതി ഞങ്ങളുടെ അഴിമതി നിങ്ങൾ മറച്ചു വെക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്റെ പൊന്നു മാഷെ, ഇല്ലാത്ത പൊങ്കാലിന് ചാമ്പല് വാരി ആൾക്കാരല്ലേ അവര്. ഇത് തന്നെയാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. കേന്ദ്ര സർക്കാർ വന്നപ്പോഴും ഈ സംസ്ഥാന സർക്കാർ വന്നപ്പോഴും എല്ലാവരും പറയും ഞങ്ങളുടെ മുന്നിൽ മൊത്തം അഴിമതിയായിരുന്നു, ഞങ്ങൾ അതെല്ലാം പിടിക്കുമെന്ന് പറയും. പിടിക്കുമെന്ന് പറയുന്നതല്ലാതെ ഒരു അഴിമതിയും ആരും പിടിച്ച് തെളിയിച്ച് നമ്മൾ കാണുന്നില്ല. 10, 30, 40,000 രൂപ പിന്നെ വാടക കിട്ടണ അവിടെ കയറിയ 5,000 ഉലുവയ്ക്ക് കയറി ഇരുന്നതിന് ഇത്രയും കാലം ഈ 9 കൊല്ലം ഇരുന്നിട്ട് ഒരു നാണവമാനം ഇല്ലേ? അതെന്തിനാണ് നാണവമാനത്തിന്റെ കാര്യം എന്താണ്? ഇതൊക്കെ ചോദിക്കുമ്പോ ദണ്ണമുണ്ടല്ലേ, ഇത് തട്ടണല്ലേ? ഒരു ദണ്ണവുമില്ല ശ്രീ ഉണ്ണികൃഷ്ണൻ. ആര് പറഞ്ഞില്ലെന്ന്? എന്തിനു ദണ്ഡിക്കണം? ഇല്ലെങ്കിൽ പിന്നെ എന്തിനു ഈ ബോർഡിന്റെ ഈ ബോർഡിൽ വെച്ച് ബാലിശമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യില്ലേ? ഒരു ബോർഡ് ഒരു മിനിമം ഔചിത്യം വേണ്ടേ മനുഷ്യരായാൽ? എങ്കിൽ പിന്നെ ഇന്നലെ മഹാത്മാഗാന്ധിയുടെ കവാലി അടിച്ചത് നിങ്ങൾ എടുത്തിടാന്നത്? ഏതോ ഒരുത്തൻ വെള്ളം അടിച്ച് ബോധമില്ലാതിരിക്കുന്ന ഒരുത്തൻ അവൻ കാണിച്ച കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം. അവരുടെ നിലവാരത്തിൽ താങ്കൾ കാണുന്നത് എങ്ങനെയാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ? ഈ വെള്ളം അടിച്ച് ബോധമില്ലാതെ നിൽക്കുന്ന ഒരു ബോധമില്ലാതെ നിൽക്കുന്ന ഒരാളുടെ നിലവാരത്തിലാണോ താങ്കൾ ഈ കൗൺസിലറെയൊക്കെ കാണുന്നത്? അല്ലല്ലോ. അവർ ഉന്നതമായ ഒരു വിദ്യാഭ്യാസ ഒരു പദവിയൊക്കെ വഹിച്ചിട്ട് കൗൺസിൽ സ്ഥാനത്തേക്ക് വന്ന ആളല്ലേ. അവർക്ക് അതിന്റേതായ അർഹതയിൽ തന്നെ കാണണം. ആ അർഹതയിൽ തന്നെയാണ് ഞങ്ങൾ കാണുന്നതും. അവർക്കും കൂടെ അവകാശപ്പെട്ടത് തന്നെ അവിടെ, അവർക്കും കൂടെ അവകാശപ്പെട്ട സ്ഥാനം ആരെങ്കിലും പറഞ്ഞോ? അല്ലെങ്കിൽ പിന്നെ അവരെത്തി ബോർഡ് അവർക്ക് ഇഷ്ടമുള്ളിടത്ത് ബോർഡ് വയ്ക്കും. ശരി, ഓക്കെ, നല്ലതാണ്. ഇഷ്ടമുള്ളിടത്തോ അല്ലെങ്കിൽ MLA ബോർഡിന്റെ മുകളിൽ അതിനേക്കാൾ കുറച്ചുകൂടി വലുതാക്കി ഒക്കെ വെക്കാം. ശരി, ശ്രീ ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്നും. ഫാദർ സാമുവൽ, താങ്കൾ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ജനപ്രതിനിധികളായവർ കാണിക്കേണ്ട ഉത്തരവാദിത്തത്തിനപ്പുറത്തേക്ക് ഇത്തരം ബാലിശമായ വിവാദങ്ങളിലേക്ക് പോകുന്നതിനെ കാണുന്നത്? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഈ വിഷയം തക്ക സമയത്ത് പരിഹരിക്കേണ്ടതാണ്. ഒരു MLAയും ഒരു കൗൺസിലും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഒരു ഭരണ സംവിധാനവും ഇല്ലയോ? കുട്ടികൾ തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ അധ്യാപകരെ പരിഹരിക്കൂലേ? അല്ല, മാതാപിതാക്കന്മാർ പരിഹരിക്കൂലേ? ഇവിടെ എന്തുകൊണ്ട് പരിഹരിക്കാൻ ഒരു സംവിധാനം നമ്മുടെ കേരളത്തിലില്ല? ഇത് വർഷങ്ങളായി സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് നൈൻ കേട്ടിട്ടില്ലേ? കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകാതെ വണ്ണം പരിഹരിക്കാൻ തക്കവണ്ണം ഒരു ഭരണ സംവിധാനം നമ്മുടെ കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ശരി. താങ്കളെ ശ്രീ അജയ്കുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയ്കുമാർ, താങ്കളിലേക്ക് വരും മുമ്പ് നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി ഒന്ന് വായിക്കേണ്ടതുണ്ട്. ഒരു മിനിറ്റ് ക്ഷമിക്കും എന്ന് കരുതുന്നു. നാട്ടിലെ നിയമങ്ങൾ പ്രോട്ടോക്കോളൊക്കെ അറിയുന്ന IPSകാർ വെറും വട്ടപൂജ്യമെന്ന് തെളിയിക്കുന്നുവെന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നു. കൗൺസിലറിൻ്റെ മറ്റേ വൃത്തികെട്ട വാചകങ്ങളാണ് ശ്രീ മോഹൻ V8W എന്ന് പറഞ്ഞ ആൾ എഴുതിയിരിക്കുന്നത്. മോഹനൻ എന്നാണ് അയാൾ എഴുതിയിരിക്കുന്നത്. പരസ്പരം അറിയുന്നവരാണെന്ന് വിചാരിച്ച് നേരിട്ടാണോ മുറി ചോദിക്കുക? അറിവില്ലായ്മ എന്നല്ലാതെ എന്ത് പറയാമെന്ന് ചന്ദ്രമതി MK പറയുന്നു. മുരളീധരൻ ഉണ്ണിത്താൻ സ്ഥിരമായി അദ്ദേഹം പറയുന്നതാണ് തനി ഏകപക്ഷീയൻ അവതാരകൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എതിരായ അഭിപ്രായം വരുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ സ്ഥിരം അഭിപ്രായമാണിത്. ഈ മുരളീധരൻ MNൻ്റെ അതോടൊപ്പം തന്നെ കാണിക്കില്ല, അതാണ് കേരളത്തിൻ്റെ മാധ്യമ പ്രവർത്തനം. എന്ത് കാണിക്കില്ല എന്നതാണ് എനിക്ക് മനസ്സിലായില്ല. ശ്രീലേഖ എത്രത്തോളം തരം താഴ്ന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് ജനം വിലയിരുത്തട്ടെ. രഘുനന്ദനൻ തിരുവില്ലാമരം. ബോർഡ് വെച്ചത് ഉള്ള സ്ഥലത്താകും, അത് മുകളിലാണോ താഴെയാണോ എന്ന് തപ്പി നടക്കുന്ന പണിയാണ് നിങ്ങളുടെ പണി എന്ന് പറയുന്നു. അതിനും പ്രാധാന്യമുണ്ട്. ശ്രീ സുനിൽകുമാർ, ബോർഡ് വെക്കുമ്പോൾ അത് താഴെയാണോ മുകളിലാണോ എന്നൊക്കെ ഔചിത്യത്തിന് എല്ലാ മനുഷ്യരും ചൂണ്ടിക്കാണിക്കും. അതുതന്നെയാണ് അത്. പ്രത്യേകിച്ച് അതെടുത്ത് ഫേസ്ബുക്കിലിട്ട് ഞങ്ങളിങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാനിവിടെ വന്നിരിക്കും, എൻ്റെ ആളുകളും ഉണ്ടാവും, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവരുത് എന്നൊരു MLAയോട് കൗൺസിലർ പറയുമ്പോൾ സ്വാഭാവികമായും പറയേണ്ട മറുപടിക്കപ്പുറം മാന്യമായി തന്നെയാണ് പ്രശാന്ത് പ്രതികരിച്ചത്. ഞാൻ കഴിഞ്ഞ 7 വർഷമായി ഇങ്ങനെ ഇരിക്കുന്നു, ഞങ്ങൾക്കുണ്ടാവാത്ത ബുദ്ധിമുട്ട് മാഡം വന്നാൽ എന്താണ് ഉണ്ടാവാൻ എന്ന് തന്നെയാണ് ചോദിച്ചത്. ആ പറച്ചിലിൻ്റെ ധ്വനിയും അതിനകത്തെ ഭീഷണിയും ഒക്കെ മനസ്സിലാവാത്ത ആളല്ല ഒരു രാഷ്ട്രീയക്കാരനായ ഈ പറയുന്ന VK പ്രശാന്ത്. പുതിയ ബ്രാൻഡിക്ക് പേരിടാൻ നോക്കും, ഞാനിട്ട് ഗോൾഡ് സ്മഗ്ലർ എന്ന് സുനിൽകുമാർ പറയുന്നു. സുനിൽകുമാർ അത് തന്നെയൊക്കെ ആയിരിക്കും സുനിൽകുമാറിന് ഇത് സ്വന്തം ചിന്താഗതിയിൽ സംസാരിക്കുന്നവർ മാത്രം വിളിച്ചാൽ മതിയെന്ന് നേരത്തെ പറഞ്ഞത്. ഈ മുരളീധരൻ നായർ തന്നെയാണ് ഇതെല്ലാം പറയുന്നത്. അതോടൊപ്പം തന്നെ സന്ദീപിനോട് സംസാരിക്കാൻ താങ്കളുടെ മാധ്യമപ്രവർത്തനം പോരാ എന്ന് ജയകുമാർ പറയുന്നു. അത് ശരിയായിരിക്കാം. ഓരോരുത്തരോടും എനിക്ക് എല്ലാവരോടും സംസാരിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ആളൊന്നുമല്ല. നമുക്കറിയാവുന്ന കാര്യങ്ങളെ നമുക്ക് പറയാൻ കഴിയൂ. എന്തായാലും അത്ര കുറേയേറെ
കാര്യങ്ങൾ ഒരേ ആളുകളൊക്കെ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. MLA ബോർഡ് മറച്ചാണോ ശ്രീലേഖ ബോർഡ് വെച്ചത്, അല്ല പിന്നെ എന്തിൻ്റെ അസുഖം എന്നൊക്കെ ചോദിക്കുന്നു. അതെല്ലാം സുനിൽകുമാർ തന്നെയാണ്. എന്തായാലും നമുക്ക് ശ്രീ അജയ്കുമാറിലേക്ക് തന്നെയാണ്. ശ്രീ അജയ്കുമാർ, യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വികസന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇനി ഒരു പോരാട്ടം ഉണ്ടാകുമെങ്കിൽ ഇത്തരം ബാലിശമായ വിഷയങ്ങളിലാണോ ഇത്തരം തർക്കങ്ങൾ ഉണ്ടാക്കേണ്ടത്? അല്ല കിരണ്, ഈ ബാലിശമായ വിഷയം ആണ് അതല്ലേ, അത് ആര് ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. അതിനു മുമ്പായിട്ട് എനിക്ക് ഇദ്ദേഹത്തോടൊരു എന്റെ അറിവിലേക്ക് വേണ്ടി VK പ്രശാന്ത് MLAക്ക് തിരുവനന്തപുരത്ത് എത്ര ഓഫീസ് അദ്ദേഹത്തിന് സർക്കാർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്? അദ്ദേഹം വാടകയ്ക്ക് പ്രശാന്തിന്റെ MLA ഓഫീസ് എന്ന നിലയ്ക്ക് ഒരു ഓഫീസ് മാത്രമേ ഉള്ളൂ, ഒരു ഓഫീസേ ഉള്ളൂ. 31-32 റൂം കൊടുത്തിട്ടുണ്ടെന്ന് ശബരിനാഥ് മുൻ MLA പറഞ്ഞിരിക്കുന്നത്. അത് MLA ഹോസ്റ്റലിലെ മുറിയല്ലേ? ആന്നു. MLA ഹോസ്റ്റലിൽ 140 MLAമാരിൽ മന്ത്രിമാരൊഴികെ എല്ലാവർക്കും മുറിയുണ്ട്. എല്ലാവർക്കും ഉണ്ട്. അപ്പം തിരുവനന്തപുരത്തുള്ള വട്ടിയൂർക്കാവിലെ MLAക്ക് ആ ഓഫീസ് എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? ഈ 827 രൂപ അദ്ദേഹം കൊടുക്കുന്നത് സർക്കാരിന്റെ പണമാണ്. 31-32 റൂമും സർക്കാരിന്റെ പണമാണ്. ശ്രീ അജയ്കുമാർ, MLA ഹോസ്റ്റലിലെ റൂം സാധാരണഗതിയിൽ ബഹുഭൂരിപക്ഷ MLAമാരും അങ്ങനെ അതൊരു ഈ തരത്തിലേക്ക് MLA റൂമായി ഉപയോഗിക്കാറില്ല. അത് അവർക്ക് അവിടെ വരുമ്പോൾ താമസിക്കാനും അത്യാവശ്യം ഓഫീസ് സൗകര്യത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കാണും. അതിനപ്പുറത്തേക്ക് MLA ഓഫീസിലെ മുറി അങ്ങനെ ഉപയോഗിക്കുന്നവർ അപൂർവം ചിലർ ഉപയോഗിക്കാറുണ്ട്. K മുരളീധരനൊക്കെ അങ്ങനെ ഉപയോഗിച്ച ആളുമാണ്. അതിനേക്കാൾ സൗകര്യമുള്ള ആളുകൾക്ക് വരാൻ MLA ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ പൊതുജനത്തിന് വണ്ടി പാർക്ക് ചെയ്യാൻ കഴിയില്ല, പൊതുജനത്തിന് അവരുടെ കാറിൽ വന്നു കഴിഞ്ഞാൽ അകത്തേക്ക് കടത്തിവിടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് MLA ഹോസ്റ്റലിൽ. അവിടെ കയറണമെങ്കിൽ പ്രത്യേകം പാസ് വിളിച്ച് പറയണം, ആ അനുമതി വേണം. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഒരു MLA കാണാൻ വേണ്ടി രാവിലെ വരുന്ന ആൾ പ്രത്യേകം വിളിച്ച് അനുമതി മേടിച്ച് കാറ് പാർക്ക് ചെയ്യാൻ അനുമതി മേടിക്കുക, അല്ലെങ്കിൽ സ്കൂട്ടർ പാർക്ക് ചെയ്യാൻ അനുമതി മേടിക്കുക, അകത്തേക്ക് ഗേറ്റ് കടന്നു പോകാൻ അനുമതി മേടിക്കുക. ഇതൊന്നും കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് സൗകര്യപ്രദമായി മറ്റെല്ലാ 139 MLAമാരും ചെയ്തതുപോലെ VK പ്രശാന്തും സ്വന്തമായി അങ്ങനെ ഒരു സ്ഥലമെടുത്തു. ആ സ്ഥലത്ത് ആരുടെയും അനുമതി ഇല്ലാതെ ആളുകൾക്ക് വരാം, കാണാം, പോകാം. വളരെ ലാഘവത്തോടെയാണ് ഇപ്പൊ ഈ ഒരു വലിയ വിഷയത്തെ ഇപ്പം പറഞ്ഞു നിർത്തിയത്. തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള തിരുവനന്തപുരം MLAമാർക്ക് രാത്രി കിടന്നുറങ്ങാനാണ് ഓഫീസ് കൊടുത്തിട്ട് 31-32 റൂം കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള MLAമാർ അവിടെ ഉറങ്ങാറുണ്ട്. അവരുടെ ഓഫീസ് അസിസ്റ്റന്മാരുണ്ടെങ്കിൽ അവര് അവിടെ കിടന്ന് ഉറങ്ങാറുണ്ട്, ചെല്ലിൽ ഉറങ്ങാറില്ല. അത് അവരവിടെ കിടന്ന് ഉറങ്ങുന്നു എന്നുള്ളതിലൊരു വിഷയമല്ലല്ലോ. അല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് വരുന്ന MLAമാർ എല്ലാ ദിവസവും അവിടെ കിടന്നാണ് ഉറങ്ങുന്നത് അല്ലല്ലോ. അല്ല, ഈ ആ സിറ്റിക്ക് വെളിയിലുള്ള MLAമാരാണ് അത് കൃത്യമായിട്ട് ആ റൂമുകൾ അവർ കൃത്യമായിട്ട് ഉപയോഗിച്ചു പോകുന്നത്. അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ അവരവിടെ ഉറങ്ങിയില്ലെങ്കിലും യാത്ര കഴിഞ്ഞ് വന്നും അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി സിറ്റിക്കുള്ളിൽ വട്ടിയൂർക്കാവിൽ നിന്ന് എത്ര ദൂരമുണ്ട് MLA ക്വാർട്ടേഴ്സിലേക്ക്? ഈ പറയത്തക്ക ശ്രീ അജയ്കുമാർ, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. MLA ഹോസ്റ്റലിലെ ശ്രീ അജയ്കുമാർ ഒന്ന് കേൾക്കൂ, താങ്കളത് കേൾക്കൂ. ഈ സിറ്റിക്കകത്തുള്ളതിലും പുറത്തുള്ളതിലും ഈ 140 MLAമാരുള്ളതിൽ മന്ത്രിമാരും ഒഴികെയുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഒഴികെയുള്ള ആളുകൾക്കെല്ലാം അവിടെ റൂമുണ്ട്. അവരെല്ലാം സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ മണ്ഡലത്തിൽ നിന്ന് വരുന്ന ആളുകളുടെ ആവശ്യത്തിന് വേണ്ടിയൊക്കെയാണ് ആ മുറി ഉപയോഗിക്കുന്നത്. അവിടെ ഒരു MLA ഹോസ്റ്റലിൽ നിൽക്കുന്നതിനേക്കാൾ MLAയുടെ ഓഫീസിൽ വെക്കുന്നതിനേക്കാൾ വട്ടിയൂർക്കാവിലെ ജനങ്ങളെ സംബന്ധിച്ച് 100% സൗകര്യമുള്ളൊരു സ്ഥലം ഈ ശാസ്തമംഗലം തന്നെയാണ്. ശാസ്തമംഗലമാണ് വട്ടിയൂർക്കാവിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി നിൽക്കുന്നത്. അവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്, അവിടെ ആർക്കും ഏത് സമയത്തും കടന്നു വരാം. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു ഓഫീസ് വെച്ചാൽ എന്താണ് തെറ്റ്? തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത് തെറ്റെന്നല്ല. അങ്ങനെ എല്ലാ നിയോജക മണ്ഡലത്തിലെയും ജനങ്ങളുടെ സൗകര്യാർത്ഥം അവരവരുടെ വീട്ടിനടുത്തൊരു ഓഫീസ് വേണമെന്ന് ശടിക്കണ്ട. അങ്ങനെയാണല്ലോ എല്ലാവരും വെക്കുന്നത്. ഏത് മണ്ഡലമായാലും ആ മണ്ഡലത്തിൽ ആളുകൾക്ക് വരാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് ഇനി ഏത് പാർട്ടിയുടെ ആയാലും MLA ഓഫീസ് വെക്കുന്നത്. 3 ഓഫീസുണ്ട്. ആ 3 ഓഫീസിന്റെയും എവിടെയാണ് ഈ 3 ഓഫീസ്? അതെനിക്കറിയില്ല. ഇവിടെ കൊടുത്തിരിക്കുന്ന 2 പിന്നെ ഉള്ള അജയ്കുമാർ, അത് ഞാൻ പറഞ്ഞല്ലോ, MLA ഹോസ്റ്റലിലെ റൂം VK പ്രശാന്തിന് മാത്രമായിട്ട് പ്രത്യേകിച്ചുള്ളതല്ല. എല്ലാ MLAമാർക്കും ഉള്ളതുപോലെ VK പ്രശാന്തിനും ഉണ്ട് അവിടെ റൂം. കിരൺ എന്നെ ഞാൻ പറയുന്നത് തെറ്റായിട്ടാണ് മനസ്സിലാക്കുന്നത്. VK പ്രശാന്തിനായിക്കോട്ടെ മറ്റൊരു പ്രശാന്തിനായിക്കോട്ടെ അദ്ദേഹത്തിന്റെ 3 റൂമിന്റെയും ചെലവ് വഹിക്കുന്നത് കേരള സർക്കാരാണ്, നിങ്ങളും ഞാനുമാണ്. ഞാനിതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 827 രൂപ എന്ന് പറയുന്ന ഒരു ചെറിയ സംഖ്യയാണെങ്കിലും അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമുണ്ട് ശ്രീ അജയ്കുമാർ. വളരെ സിമ്പിൾ ആണ് അജയ്കുമാർ. അതാണ് ഞാൻ തുടക്കം മുതൽ പറയുന്നത്. താങ്കൾ ആവർത്തിച്ചു വരുന്നത് മനസ്സിലാവാത്തത്. ഈ ശാസ്തമംഗലത്ത് താങ്കൾ ആ സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ശാസ്തമംഗലത്ത് ഓഫീസിൽ വട്ടിയൂർക്കാവിലെ ആർക്കും ഏത് സമയത്ത് വന്നു പോകാം. MLA ഹോസ്റ്റലിൽ അങ്ങനെ ഏത് സമയത്തും ആർക്കും വന്നു പോകാൻ കഴിയില്ല.
ഈ വട്ടിയൂർക്കാവിലെ മണ്ഡലത്തിലെ വോട്ടേഴ്സ് അല്ലെ ജനങ്ങൾക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ? അവർക്ക് മാത്രം വേണോ അവരുടെ വീടിന്റെ അവർക്ക് മാത്രമല്ല, ചങ്ങനാശ്ശേരിയിലും ഏറ്റവും സൗകര്യമുള്ള സ്ഥലത്ത് തന്നെയാണ് ചങ്ങനാശ്ശേരി MLA ഓഫീസ് വെച്ചിരിക്കുന്നത്. അല്ലാതെ MLAയുടെ വീട് എവിടെയെങ്കിലും ആണെങ്കിൽ ആ ഗ്രാമത്തിലല്ല കൊണ്ട് ഓഫീസ് വെക്കുന്നത്. ഏത് അസംബ്ലി മണ്ഡലമായാലും ആ അസംബ്ലി മണ്ഡലത്തിൽ ഏറ്റവും സൗകര്യമുള്ള സ്ഥലത്ത്, യാത്രാ സൗകര്യമുള്ള സ്ഥലത്ത് തന്നെയാണ് മിക്കവാറും എല്ലാ MLAമാരും ഓഫീസ് വെക്കുന്നത്. അല്ലല്ല, ഇതിപ്പോ കൃത്യമായിട്ട് ശ്രീ അജയ്കുമാർ, സമയം അവസാനിക്കാൻ പോവുകയാണ്. ഒരേ കാര്യം തന്നെ താങ്കളോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടും താങ്കൾ പ്രത്യേകിച്ചൊന്നും മാറുന്നില്ല. ശ്രീ ബാബുരാജനാണ് കാസർഗോഡ് നിന്ന്. ശ്രീ ബാബുരാജൻ, താങ്കൾ വേഗത്തിൽ പറയാം, നമ്മുടെ സമയം അവസാനിക്കാൻ പോവുകയാണ്. ആയിക്കോട്ടെ സാറേ, നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഈ ശ്രീലേഖ മാഡം നമ്മളെ പ്രശാന്തിനെ ഒരു അനുജനെ പോലെ കാണുന്നു എന്നാണല്ലോ പറഞ്ഞത്. ഹലോ, അതുകൊണ്ടാണോ ചേച്ചി അനുജനെ പോലെ കാണുന്നു എന്നാണല്ലോ പറഞ്ഞത്. മാഡം ഏതായാലും ഒരു 3 മാസം ശ്രമിച്ചുകൂടെ? 3 മാസം, മാർച്ച് മാസം വരെ ഉണ്ടല്ലോ ഈ MLAക്ക് ഓഫീസ് കാര്യങ്ങളുമായിട്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി അവർക്ക് സൗകര്യം ഇല്ലെങ്കിൽ വേണമെങ്കിൽ നീട്ടണ്ട, അല്ലെങ്കിൽ പുതുക്കണ്ട, കൊടുക്കണ്ട, അതുവരെ നീട്ടിക്കൂടെ? ഈ പുത്തനച്ചി പുറപ്പുറം തൂക്കുമെന്ന് പറഞ്ഞ പോലെയാണ് ശ്രീലേഖ മാഡം കാണിക്കുന്നത്. ശ്രീലേഖ മാഡം ഇപ്പോഴും DIG ആണെന്നാണ്, DGP ആണെന്നാണ് ഉദ്ദേശം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് മുന്നേ സംസാരിച്ച കക്ഷി സംസാരിച്ചില്ല. ഈ അങ്ങനെയാണെങ്കിൽ ബഹുമാനായ രാജഗോപാൽ MLA ആയിരുന്നപ്പോ മാരാർജി ഭവനാണ് ഉപയോഗിച്ചത്. ഈ വാടക എല്ലാം മേടിച്ചില്ലേ? ഈ പൈസ എല്ലാം മേടിച്ചില്ലേ? അങ്ങനെ പണം വാങ്ങിയെന്ന് പറഞ്ഞല്ല, അതൊരു ഒരു തർക്കുത്തരത്തിന് പറയാവുന്നതിനപ്പുറം അതൊരു തെറ്റായ നിലപാടല്ല അത്. അല്ല, ഞാൻ പറഞ്ഞ തർക്കുത്തരം അല്ല ഞാൻ പറഞ്ഞത്. ഈ 871 രൂപയിലും 25,000 രൂപയിലും എല്ലാ ഇനങ്ങളും കൂടിയാണ് 25,000 രൂപ ഒരു MLAക്ക് കൊടുക്കുന്നത്. കേരളത്തിലെ എല്ലാ MLAമാർക്കും കൊടുക്കുന്നുണ്ട്. അത് VK പ്രശാന്ത് MLAക്ക് മാത്രമല്ല, എല്ലാ MLAമാർക്കും കിട്ടുന്ന ഒരു ആനുകൂല്യമാണത്. അത് സത്യം പറഞ്ഞാൽ MLAക്ക് ഒന്നും അല്ല അത്. ഈ വട്ടിയൂർക്കാവിലെ ഓഫീസ് എടുത്തിരിക്കുന്നത് തന്നെ എല്ലാ ജനങ്ങൾക്കും ഏത് സമയം കയറി വരാൻ വേണ്ടിയാണ്. ആ MLA കണ്ട്. അതെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത്. ശ്രീ ജയകുമാർ, വളരെ ചുരുങ്ങിയ വാക്കുകൾ പ്രതികരിക്കണം, വേഗത്തിൽ. നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ബോർഡ് വെച്ചിരിക്കുന്നത് ഈ VK പ്രസാദിന്റെ നെറ്റിയിൽ വല്ലതും ആണോ? അത് പറയാൻ ചോദിക്കാൻ വേണ്ടിയാണോ വിളിച്ചത്? അല്ല, ഇത്രയും കാര്യം ഈ എല്ലാവരുടെയും തർക്കിക്കണം. ആ സന്ദീപ് എന്ന് പറഞ്ഞ ആള്, ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആളും വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു. താങ്കൾ സകലമാന പേരോടും തർക്കിക്കണം. 3 റൂമുള്ള അയാൾക്ക് അവിടെ ചെന്ന് വെച്ചൂടെ എന്നാണ് ഈ ചോദിക്കുന്നത്. ശരി ജയകുമാർ, അതിന് ഉത്തരം ഞാൻ വളരെ കൃത്യമായി തന്നെ തെറ്റാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വിളിക്കാൻ തന്നെ വിളിക്കേ വേണ്ടെന്ന് വിചാരിച്ചിരുന്നാണ്. ശരി, ഓക്കെ. എന്തായാലും നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ട് മാത്രമാണ് ശ്രീ ജയകുമാർ. എന്തായാലും പ്രഷറുടെ ഭാഗത്ത് നിന്ന് VK പ്രശാന്തിൻ്റെ ഓഫീസ് മുറിയുമായി ബന്ധപ്പെട്ട് PK പ്രശാന്തിൻ്റെ MLA ഹോസ്റ്റലിൽ എന്തുകൊണ്ട് ഓഫീസ് പ്രവർത്തിച്ചുകൂടാ, അല്ലെങ്കിൽ മറ്റിടത്ത് എന്തിന് പ്രവർത്തിക്കണം എന്നുള്ള അടക്കമുള്ള വിമർശനപരമായ ചോദ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അതല്ല, MLAക്ക് കിട്ടുന്ന പണം ഈ 25,000 രൂപയും MLA ഈ റൂം വാടകയ്ക്ക് വേണ്ടി കൊടുക്കുന്നതാണെന്നുള്ള മട്ടിലുള്ള പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതല്ല, ഈ തരത്തിൽ ബാലിശമായ തർക്കങ്ങളിലേക്ക് പോകരുത്, കൗൺസിലർ അടക്കമുള്ളവർ അല്ലെങ്കിൽ MLA അടക്കമുള്ള അത്തരം തർക്കങ്ങളിലേക്ക് പോകരുതെന്നുള്ള അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ വിഷയമായതുകൊണ്ട് തന്നെ കടുത്ത രാഷ്ട്രീയ നിലപാടുകൾ തന്നെയാണ് പ്രഷറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി.